പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ രക്ഷകന്റെ സന്നിധിയിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ തക്കവണ്ണം നന്ദി കരേറ്റുവാനായി സ്വർഗത്തിലെ ദൈവം നമ്മെ കൂട്ടിവരുത്തിയല്ലോ. പ്രശ്നകലുഷിതമായ ഒരാഴ്ച നമ്മെ വിട്ട് കടന്നു പോയപ്പോൾ ഹല്ലേലൂയ, കർത്താവ് നമ്മെ ആവശ്യമായതെല്ലാം നൽകി പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത കൃപകളെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഓർക്കാം. സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ദൈവകൃപ കൊണ്ട് നമ്മെ പൊതിയട്ടെ. ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ 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 കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തുടർന്ന് നടക്കുന്ന ആരാധനയുടെ അനുഗ്രഹത്തിനായി യൂത്തിന്റെ ഭാഗത്തുനിന്ന് പ്രിയ ജോസിലിൻ, ശേഷമായിട്ട് പ്രിയ സുജാൻഡി, സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് പ്രിയ ബ്രദർ എം സാജു, 3 പേര് ശബ്ദം ഉയർത്തി വിശുദ്ധ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം സ്വർഗത്തിലെ ദൈവത്തിന്റെ വിശ്വസ്തത നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ പരിപാലിച്ചല്ലോ, നമ്മെ ഇത്രത്തോളം സഹായിച്ചല്ലോ, ദൈവകൃപ കൊണ്ട് നമ്മെ പൊതിഞ്ഞല്ലോ. ഹല്ലേലൂയ. നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. തുടർന്ന് നല്ല പാട്ടുകൾ ലഭിക്കണം, നല്ല സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, സാക്ഷിവചനങ്ങളോ ദൈവോചന ചിന്തകൾ തന്നോ ഇന്ന് പകലിലെ ആരാധന ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോസ്ലിൻ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവേ, ഇന്ന് രാവിലെ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ സമയം വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങൾക്ക് കർത്താവെ അങ്ങേ ആരാധിക്കാൻ അങ്ങ് നൽകി തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഞങ്ങൾക്ക് വരാൻ വരുന്ന ആപത്തുകൾ, അനർത്ഥങ്ങൾ, പല പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ച് ഞങ്ങൾ ഒരിക്കൽ കൂടി ഇവിടെ വരുത്തിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവെ, ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. എല്ലാത്തിനും അങ്ങയുടെ നന്ദി പറയുന്നു കർത്താവെ. ഒരിക്കൽ കർത്താവെ ഈ ആരാധന ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവ്. ഞങ്ങൾക്ക് പാട്ടുകൾ പാടുവാൻ അങ്ങ് ആരാധിക്കാനൊക്കെ അവസരങ്ങൾ ഒരുക്കി തരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അത് ലീഡ് ചെയ്യുന്ന വർഷിപ്പ് ടീമിനായി പ്രാർത്ഥിക്കുന്നവരെ അതിനെ ബലപ്പെടുത്താനായി കർത്താവെ. ഇന്നിവിടെ നടക്കാൻ പോകുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകളെ ഞങ്ങൾ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ. സാക്ഷ്യങ്ങൾ, സങ്കീർത്തനങ്ങൾ, നല്ല പ്രബോധനങ്ങൾ, ദൈവമേ വചനത്തിൽ നിന്ന് നല്ല കേൾക്കുവാനൊക്കെ ഞങ്ങളെ ഇടയാക്കണേ കർത്താവെ. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനൊക്കെയും ഇടയാക്കണേ കർത്താവെ. ഇന്നിവിടെ കൂടി വരുത്തിയിരിക്കുന്ന ഓരോരുത്തരും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരുടെയും വിഷയങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഏതൊക്കെ വിഷയത്തിനും മുഖത്ത് കർത്താവെ ഒരു ഭാരത്തോടായിരിക്കുന്നു. ഇന്നത്തെ ആരാധന കഴിഞ്ഞു പോകുമ്പോൾ അതിനൊരു മറുപടി ലഭിച്ച സന്തോഷത്തോടെ മടങ്ങി പോകുവാൻ ഇടയാക്കണേ കർത്താവെ. കർത്താവെ, ഇന്ന് വരാൻ ആഗ്രഹമുണ്ടായിട്ടും വരാൻ കഴിയാതെ ജോലി കാര്യങ്ങളിലും രോഗാവസ്ഥയിലും മറ്റേത് അവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്കൊക്കെയും കർത്താവെ അതിന് കർത്താവെ ഒരു വിടുതൽ നൽകി കൊടുക്കുവാൻ ഇടയാക്കണേ കർത്താവെ. ഇന്നത്തെ കർത്താവെ ആരാധന ഒരിക്കൽ കൂടി ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ ആരാധന കർത്താവെ അങ്ങേക്ക് ഏറ്റവും പ്രസാദകരമുള്ള ആരാധനയെ തീരുവാൻ ഇടയാക്കണേ കർത്താവെ. സകല വിഷയങ്ങൾ അങ്ങനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കരുണയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം കർത്താവേ. ഈ പ്രഭാത സമയത്ത് കർത്താവെ നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും കർത്താവെ നീ ഒരുക്കി തന്ന സമയത്തിനായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-4 ദിവസം കർത്താവെ വിശുദ്ധിയോടുകൂടി നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ നീ സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ആരാധനയെ മുറ്റുമായി നിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശുദ്ധിയോടുകൂടി നിൻ്റെ സന്നിധിയിലായിരിക്കാൻ നീ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ പകലത്തെ ആരാധനയിൽ കർത്താവെ ഞങ്ങളോട് പാട്ട്, പ്രാർത്ഥന കർത്താവെ, സങ്കീർത്തനം കർത്താവെ, ഇന്നത്തെ എല്ലാ വിഷയങ്ങളും നിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. നിൻ്റെ സന്നിധിയിൽ കർത്താവെ ഭക്തിയോടുകൂടി ആയിരുന്ന കർത്താവെ ജീവിപ്പാൻ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കഴിഞ്ഞ പകൽക്കാലം കർത്താവെ, കഴിഞ്ഞ മാസങ്ങൾ മുഴുവനും കർത്താവെ നീ ഞങ്ങളെ കാത്തു കൃപയ്ക്കായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്ന കർത്താവെ. കുഞ്ഞുങ്ങളെ നിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, വലിയവരെ നിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന എല്ലാവരും കർത്താവെ ഭക്തിയോടുകൂടി നിൻ്റെ സന്നിധിയിലായിരിക്കാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ ആരാധനയെ മറ്റുമായി നിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ നീ സഹായിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളെ ശുദ്ധീകരിച്ച് കർത്താവെ വിശുദ്ധിയോടുകൂടി നിൻ്റെ സന്നിധിയിലായിരിക്കാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാനുള്ള കർത്താവെ ദൈവിക കൃപ പ്രാപിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ മടങ്ങിപ്പോകാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്ക് ശേഷമുള്ള കർത്താവെ സഹോദരിമാരുടെ മീറ്റിങ്ങിനെ നിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ നീ സഹായിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം ചെയ്യുന്ന ഞങ്ങൾക്ക് ആവശ്യമുള്ള കർത്താവെ ഒക്കെ നൽകി തന്ന് കർത്താവെ നീ സഹായിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപയോടെ കേൾക്കണമേ. സർവ്വസ്തുപിതാവേ.
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങ് വീണ്ടും നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ നിന്റെ സന്നിധിയിൽ അടുത്ത് വരുവാനും ഹല്ലേലൂയ അങ്ങയെ പാടി സ്തുതിപ്പാനും ആരാധിപ്പാനും ഒരവസരം കൂടെ തന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രികാലം ഞങ്ങൾ കിടന്നുറങ്ങി, നീയല്ലോ ഞങ്ങളെ ഉണർത്തിയത്. ഹല്ലേലൂയ. അനേകർക്ക് ലഭിക്കാത്ത ഈ മഹൽ ഭാഗ്യം നീ ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇതിനൊന്നും യോഗ്യതയില്ലായിരുന്നു, എന്നാൽ നീ ഞങ്ങളെ വീണ്ടെടുത്ത് അങ്ങയുടെ മക്കളാക്കി തീർത്തതിനായി സ്തുതിക്കുകയാണ്. സ്വപുത്രൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അയച്ചു തന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുകയാണ്. കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതം നടക്കുന്ന എല്ലാ ആത്മീക ശുശ്രൂഷകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീക ഗീതങ്ങൾ പാടി സ്തുതിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. കർത്താവ് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ നീ സഹായിക്കുമാറാകണമേ. ആത്മാവിൻ്റെ വലിയ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. നല്ല സാക്ഷ്യങ്ങളെ കേൾപ്പിക്കുമാറാണമേ. വനത്തിൽ കൂടെ ഞങ്ങളോട് ഇടപെടുമാറാണമേ. സങ്കീർത്തനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. എല്ലാ ശുശ്രൂഷകളിൽ നിന്ന് നിന്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹാലിലെ രോഗികളായിട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ട് എങ്കിലും മടങ്ങിപ്പോകുമ്പോൾ പൂർണ്ണ സൗഖ്യത്തോടെ ബലത്തോടെയായിരിക്കാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരാധന ലീഡ് ചെയ്യുവാൻ ശുശ്രൂഷിപ്പാനെല്ലാം അങ്ങയുടെ അഭിഷിക്ത ദാസനെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാല് ഞങ്ങളോട് ആരാധിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു പോയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഹാല് അവരുടെ യാത്രയെ സൂക്ഷിക്കണമേ. ആയിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം അവരെ പരിപാലിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാലേലിയ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിന്റെ സന്നിധ്യങ്ങളായിരിക്കുമ്പോൾ ഹാലേലിയ നിന്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ടു വരേണ്ടതിനായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവസ്ഥാനത്തിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുകയും സമയത്ത് ബ്രദർ ജോൺ മുമ്പോട്ട് കടന്നു വന്ന സങ്കീർത്തനം വായിച്ച ദൈവിക ആലോചന നമ്മെ അറിയിക്കും. പ്രാർത്ഥനയോടെ ദൈവത്തിൽ നമുക്കായിരിക്കാം. ഒന്നാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സാംസ് നമ്പർ 1, അതിൻ്റെ 6-ാമത്തെ വാക്യം ചേർന്ന് ഒരുമിച്ച് നമുക്കെല്ലാവർക്കും ചേർന്ന് വായിക്കുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്തു നട്ടിരിക്കുന്നതും തക്കകാലത്തു ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിര് പോലെ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കില്ല. ചേർന്ന് വായിക്കാം. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നൽകി തന്ന സങ്കീർത്തനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് ചേർന്ന് അല്പസമയം കൂടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സഹായിച്ച നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, നമ്മെ വഴി നടത്തിയ ദൈവത്തിന്റെ സന്നിധി ഒരിക്കൽ കൂടെ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ശരീരാത്മതയെ ഏൽപ്പിച്ചുകൊണ്ട് ആത്മാവിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം എന്ന പ്രഭാതത്തിൽ നമ്മെ സഹായിക്കട്ടെ. സ്തുതിച്ചാർത്തിടും അവന്റെ നാമമുയർത്തിടുക, വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക അവന്റെ നാമമുയർത്തിടുക. പച്ചപ്പുൽ മേലുകളിൽ ദിനവും പാലിപ്പതോർത്താലെ കരുതാ. പച്ചപ്പുൽ മേലുകളിൽ ദിനവും
അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാട്ടിടുക. അവന്റെ നാമം ഉയർത്തിയിടുക. ഇന്നെന്ന ഭാരതം ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നുര ചെയ്തില്ലേ. ഇന്നെന്ന ഭാരതം ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നുര ചെയ്തില്ലേ. കാക്കയാൽ ഭക്തനെ പൂജിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. കാക്കയാൽ ഭക്തനെ പൂജിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാടിടുക. അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാടിടുക. അവന്റെ നാമം ഉയർത്തിയിടുക. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിട പഴുതില്ലാതെ. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിട പഴുതില്ലാതെ. അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാട്ടിടുക. അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാട്ടിടുക. അവന്റെ നാമം ഉയർത്തിയിടുക. ഇന്നെന്ന ഭാരതം ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നുര ചെയ്തില്ലേ. ഇന്നെന്ന ഭാരതം ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നുര ചെയ്തില്ലേ. പകയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. പകയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ. അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാട്ടിടുക. അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാട്ടിടുക. അവന്റെ നാമം ഉയർത്തിയിടുക. അടിച്ചുയർന്നു പടകു തകർന്നു ലേഖനമാ. പച്ചപ്പുൽ വീടുകളിൽ ദിനമോ പാലിപ്പതോർത്താലേഖനാ. പടകനേശുവെ മറന്നിരിക്കൂ, തന്നെ ഒന്നായി ഘോഷിച്ചിടാം. പടകനേശുവെ മറന്നിരിക്കൂ, തന്നെ ഒന്നായി ഘോഷിച്ചിടാം. വാഴ്ത്തിയിടുക, സ്തുതിച്ചാട്ടിടുക. അവന്റെ നാമം ഉയർത്തിയിടുക. 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 വാഴ്ത്തിയിടുക,
അവന്റെ നാമമുയർത്തിയിടുക, പാടിയിടുക, സ്തുതിച്ചാടിയിടുക, അവന്റെ നാമമുയർത്തിയിടുക. ഹല്ലേലൂയ, 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 അവന്റെ നാമമുയർത്തിയിടുക, പാടിയിടുക, സ്തുതിച്ചാടിയിടുക, അവന്റെ നാമമുയർത്തിയിടുക. हमें बचाने के लिए, हमें उठाने के लिए, उस मुक्ति का भाग हम सबको बनाने के लिए इस संसार में ईश्वर आया। नीच जाति के हमको उसने अपने ही स्वरूप में, अपने ही जैसा हम सबको बनाया। लेकिन जो पाप ने हम सबको दूर कर रखा था, उस पाप से बचाने के लिए संसार का कर्ता, इस दुनिया को बनाने वाला हमारे बीच बलिदान हुआ। उस प्यार को याद करते हुए, उस अनोखे प्यार को मनन करते हुए, जैसे हम गाते हैं प्रभु हालेलुया, उसके लिए कभी भी हमारे ओंठ चुप नहीं होंगे, उसके लिए कभी भी हमारे हृदय में आंसू नहीं बहेंगे प्रभु हालेलुया। उस प्यार के निमित्त हम सब गायब एक साथ उसकी आराधना करें। शून्य से लेके तूने मुझे रच लिया अपने ही रूप में, प्रेम किया है अनंत प्रेम से। आमेन। दिया पुत्र मेरी मुक्ति के लिए, शून्य से लेके तूने मुझे रच लिया अपने ही रूप में, प्रेम किया है अनंत प्रेम से। दिया पुत्र मेरी मुक्ति के लिए। हम सब गाए अनोखा प्यार है तेरा, करूंगा स्तुति तेरी मैं सर्वदा। अनोखा प्यार है तेरा, करूंगा स्तुति तेरी मैं सर्वदा। जग में आया यीशु, जग में आया यीशु स्वर्ग छोड़, आमेन। मेरा सारा दंड सह लिया उसने, कोड़े खा के क्रूस उठा के यीशु ने मुझे मुक्ति
और चंगाई दे दी है। आमीन। हम सब गाए अनोखा प्यार है तेरा, करूंगा स्तुति तेरी मैं सर्वदा। अनोखा प्यार है तेरा, करूंगा स्तुति तेरी मैं सर्वदा। ഒന്നുകൂടെ പാടാം. ഓ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ തന്നെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ഒന്നുമില്ലായ്മയിൽ ഒന്നുമില്ലായ്മയിൽ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ തന്നെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ഓ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. അങ്ങേ ഞാൻ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. ആമേൻ. Hallelujah, hallelujah. Let's all bow down our heads and pray. Our loving Heavenly Father, we thank you, Father, for this time which you given us to come on your presence, Lord. Thank you, Lord, for this beautiful morning which you given us, Father, for helping us all to gather in your presence once again, Father, and worship your name, Lord. Thank you, Father, for this amazing opportunity, Lord, for many were unable to see this day, Lord. Many were able to sleep well last night, but were unable to see this beautiful day, Father. But still, Father, you helped us all, Lord, to come here, Father, to walk on foot again, Lord, and be here, Father, and worship your name, Father. I'm praying for each and every individual, Father, who are able to gather here today. Thank you, Father, for helping them all, Father. We are praying for the ones who are unable to come here today, Father. Help, Father, wherever they may be, Lord, keep them all safe, Father. I'm praying for today's worship, Father. I'm praying for today's sermon, Father. I'm praying for the Psalms reading also, Father, submitting all into your mighty hands, Father. Let you be the one who will be listening to all of it, Father, and submitting all of it once again into your mighty hands. In the name of Jesus Christ, in the more precious name I pray. Amen. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. കർത്താവിൻ്റെ വിലയേറിയ നാമം ഈ പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ ദാസനും കടന്നു വന്ന ദൈവജനത്തിനും കുഞ്ഞുങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രശ്നങ്ങളും വേദനകളും ദുഃഖങ്ങളും നിറഞ്ഞായ ഈ പട്ടണത്തിൽ ഒരു ഹല്ലേലൂയ പ്രഭാതം കൂടെ കാണുവാൻ, ഒരാരാധന കൂടെ ഈ ഹാലി പട്ടണത്തിൽ കൂടുവാൻ ഇങ്ങനെ ഒരു സാവകാശം തന്ന ദൈവത്തിനായി ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നന്ദിയുള്ള ഹൃദയത്തോടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്.
ഹാലേലുയാ സ്തോത്രം. നമ്മൾ ആരാധന കാണുവാനല്ല, ആരാധന കഴിക്കുവാനാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. ഹാലേലുയ, നമുക്ക് കൊടുക്കുവാനുള്ളത്, നമുക്ക് അർപ്പിക്കുവാനുള്ളത് ഹാലേലുയ അവൻ്റെ സന്നിധിയിലാണ്. ഹാലേലുയ, ആയതിനാൽ ഇന്ന് പകൽക്കാലം എല്ലാവരും സ്തുതിയോടും സ്തോത്രയാഗങ്ങളോടും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കണം. ഹാലേലുയ സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ഹാലേലുയാ സ്തോത്രം, വളരെ ഭക്തിയോടെ ഭയത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മളോട് ഇടപെടുവാൻ കഴിയും. ഹാലേലുയാ സ്തോത്രം. ഞാൻ ഒന്നും പ്രിപ്പയർ ആയിട്ടൊന്നും അല്ല വന്നേ. ഹാലേലുയാ സ്തോത്രം. ഇന്നലെ രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് പോകാൻ നേരത്താണ് ദേവദാസനോട് സങ്കീർത്തനം സംസാരിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ഹാലേലുയാ സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ വളരെ പ്രിപ്പയർഡോടുകൂടൊന്നും വരാറില്ല. ഹാലേലുയ, പ്രിപ്പയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് ചിലപ്പോൾ നമ്മളോട് സംസാരിക്കാൻ കഴിയുകയില്ല. ഹാലേലുയാ സ്തോത്രം. നമ്മളോട് സംസാരിക്കുന്നത് ഹാലേലുയാ സ്തോത്രം ഇവിടെ കടന്നു വരുന്ന ജനത്തിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടേണ്ടത്. ഹാലേലുയ, ഒരാഴ്ച മുഴുവനും നമ്മൾ ജോലി ചെയ്തിട്ട് ഹാലേലുയ ബദ്ധപ്പാടോടെ ഓടി ആലയത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിന് എൻ്റെ വിഷയത്തിന്മേലൊന്ന് ഇടപെടുവാനുണ്ട്. ഹാലേലുയ, കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കടന്നുപോയ വേദനയുടെ നടുവിൽ, എൻ്റെ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ ഹാലേലുയ ഞാൻ കരഞ്ഞ വിഷയത്തിൻ്റെ മധ്യത്തിൽ ഇന്ന് പകൽക്കാലം ഹാലേലുയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എന്നോട് എന്താണ് സംസാരിക്കുവാനുള്ളതെന്ന് കേൾക്കുവാനും അറിയുവാനുമാണ് ആലയത്തിലേക്ക് നാം ബന്ധപ്പെട്ട് കടന്നു വന്നത്. അങ്ങനെയാണെങ്കിൽ ഹാലേലുയ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഹാലേലുയ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹാലേലുയ ദൈവത്തിൻ്റെ ഒരു വാക്കുമതി ഹാലേലുയ നിങ്ങളുടെ വിഷയത്തെ മാറ്റിമറിക്കുവാൻ, ഹാലേലുയ നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ, ഹാലേലുയ നിങ്ങളുടെ ജീവിതത്തെ മാറ്റി എഴുതുവാൻ ഹാലേലുയ ദൈവത്തിൻ്റെ ഒരു വാക്കുമതി. ഹാലേലുയ, ആ വാക്കിന് വേണ്ടി ഇന്ന് പകൽക്കാലം ചെവിയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ ഹാലേലുയ നിങ്ങൾ സ്തുതിച്ചും ആരാധിച്ചും കൊണ്ടിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നിങ്ങളോട് ഇടപെടുവാൻ കഴിയും. ഹാലേലുയ സ്തോത്രം. വെറുതെ വന്നിട്ട് വെറുതെ പോകുന്നവർക്ക് അങ്ങനെ മടങ്ങുവാൻ കഴിയും. ഹാലേലുയ, എന്നാൽ ഹാലേലുയ ആരാധിച്ച് വിടുതലേറ്റെടുത്ത ജനം സന്തോഷത്തോടും ഉല്ലാസത്തോടും മടങ്ങുന്നതായിട്ട് കാണുവാൻ ഇടയായിത്തീരും. ഹാലേലുയ സ്തോത്രം. എല്ലാത്തിനും ദൈവം ഒരു എക്സ്പയറി വെച്ചിട്ടുണ്ട്. ഹാലേലുയാ സ്തോത്രം. ഈ ലോകത്തിൽ ഏത് വത്തിനും ഒരു എക്സ്പയറി ഉണ്ട്. ഹാലേലുയാ സ്തോത്രം. ഏറ്റവും വില കൂടിയ മരുന്നാണെങ്കിൽ തന്നെയും അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഹാലേലുയാ സ്തോത്രം. അതിൻ്റെ വിലയല്ല അതിനെ നിയന്ത്രിക്കുന്നത്, അതിൻ്റെ എക്സ്പയറിയാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ഹാലേലുയാ സ്തോത്രം. ഈ ലോകത്തിലെ എല്ലാ വസ്തുവിനും ഒരു എക്സ്പയറി ഉണ്ട്. ഹാലേലുയാ സ്തോത്രം. മനുഷ്യന് ഒരു എക്സ്പയറി ഡേറ്റ് ദൈവം കൊടുത്തിട്ടുണ്ട്. ഹാലേലുയാ സ്തോത്രം. അതിൽ കൂടെ എല്ലാം നമ്മൾ കടന്നുപോയ മതിയാകുള്ളൂ. ഹാലേലുയാ സ്തോത്രം. ദൈവം കൊടുത്ത മന്നയ്ക്ക് വരെ ദൈവം ഒരു എക്സ്പയറി ഡേറ്റ് കൊടുത്ത് ഒരു സമയം കൊടുത്തിരുന്നു. ഹാലേലുയാ സ്തോത്രം. സമയത്തിന് മുന്നേ അത് പറക്കിയില്ലെങ്കിൽ ഹാലേലുയാ സ്തോത്രം അത് നീ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ചീഞ്ഞു നാറുവാനിടയായിത്തീരും. ഹാലേലുയാ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ദൂത് പറയട്ടെ. നീ കടന്നു പോകുന്ന വേദനയ്ക്ക് ദൈവം ഒരു എക്സ്പയറി വെച്ചിട്ടുണ്ട്. ഹാലേലുയ. നിന്റെ രോഗത്തിന് ദൈവം ഒരു എക്സ്പയറി വെച്ചിട്ടുണ്ട്. ഹാലേലുയ. നിന്റെ പ്രതികൂലത്തിന് ഹാലേലുയ, നിന്റെ നിരാശയ്ക്ക്, നിന്റെ ബുദ്ധിമുട്ടിന് ഹാലേലുയ, നിന്റെ തലമുറയുടെ വിഷയത്തിന് ദൈവം ഒരു എക്സ്പയറി ഡേറ്റ് വെച്ചിട്ടുണ്ട്. ഹാലേലുയ സ്തോത്രം. ഹാലേലുയ ഏറ്റെടുക്കുന്ന ദൈവം ദൈവത്തെ ആരാധിച്ചാട്ട് ഹാലേലുയ സ്തോത്രം. എന്നും ഇങ്ങനെ ഹാലേലുയ വാടി ഉണങ്ങിയിരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിന്നെയും കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഹാലേലുയ നിന്റെ വിഷയത്തിന് ദൈവം ഒരു എക്സ്പയറി വെച്ചിട്ടുണ്ട്. ഹാലേലുയ സ്തോത്രം സ്തോത്രം. ഹാലേലുയ. ഈ മന്ന തന്നെ ഹാലേലുയ സ്തോത്രം ഹാലേലുയ പെട്ടകത്തിനകത്തിട്ടപ്പോൾ ഹാലേലുയ സ്തോത്രം അത് 40 വർഷത്തിലധികം അത് ഹാലിലെ കേടാകാതെയിരുന്നു. ഹാലേലുയ സ്തോത്രം. ഹാലേലുയ സ്തോത്രം. പൊഴിച്ചത് ദൈവമാണ്. ഹാലേലുയ സ്തോത്രം. ഹാലേലുയ എല്ലാം കൊടുത്തത് ദൈവമാണ്. എന്നാൽ ഹാലേലുയ സ്തോത്രം ഒറ്റ ദിവസം കൊണ്ട് ഹാലേലുയ ചീഞ്ഞുപോയ മന്ന ഹാലേലുയ പെട്ടകത്തിൽ കയറിയപ്പോൾ ഹാലേലുയ സ്തോത്രം അത് 40 വർഷം ചെയ്യാതെ അങ്ങനെ ഇരിക്കുവാൻ ഇടയായിത്തീർന്നു. കാരണം എന്താണ്? ഹാലേലുയ സ്തോത്രം അത് ഹാലേലുയ സ്തോത്രം പ്രമാണത്തിന്റെ മുകളിലാണ് അതിരുന്നത്. ഹാലേലുയ സ്തോത്രം. പ്രമാണത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഹാലേലുയ അതിൻ്റെതായ മാറ്റങ്ങൾ മാറും, അതിൻ്റെതായ എക്സ്പയറി മാറും. കാരണം ഹാലേലുയ പ്രമാണമാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ഹാലേലുയ ഇന്ന് പകൽക്കാലം നീ പ്രമാണത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഹാലേലുയ സ്തോത്രം നിന്റെ ജീവിതത്തിലെ നാറുന്ന അവസ്ഥകളെ ദൈവം മാറ്റുവാനിടയായിത്തീരും. ഹാലേലുയ പ്രമാണത്തിന് വെളിയിൽ വരുമ്പോൾ ഹാലേലുയ സ്തോത്രം നിന്റെ നാറുന്ന അവസ്ഥകൾ പുറത്തു വരും. ഹാലേലുയ എന്നാൽ നീ പ്രമാണത്തോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ ഹാലേലുയ സ്തോത്രം പ്രമാണത്തോട് അടുത്ത് നിൽക്കുന്നുവെങ്കിൽ ഹാലേലുയ സ്തോത്രം നിന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തുന്ന ദൈവമാണ്. ഹാലേലുയ ഹാലേലുയ.
ഒന്നാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അത് ആരാണ് എഴുതിയെന്ന് ഹാലിൽ ഇവിടെ കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ഹാലേലുയാ സ്തോത്രം, പലരും പല വേദ പണ്ഡിതാക്കളും ഇതാണ് അഭിപ്രായം പറയുന്നത്. അല്ല, യസ്ര എഴുതിയ സങ്കീർത്തനമാണ്, ശലോമോൻ എഴുതിയ സങ്കീർത്തനമാണ്, അങ്ങനെ പലരും പറയുന്നുണ്ട്. എന്നാൽ വളരെ മനോഹരമായൊരു സങ്കീർത്തനം, ഹാലേലുയ, 150 സങ്കീർത്തനങ്ങളുള്ള ഹാലേലിയ സങ്കീർത്തനത്തിൻ്റെ ഹാലേലിയ സ്തോത്രം കവാടമായി ഹാലേലിയ ഒന്നാമത്തെ സങ്കീർത്തനെ കാണുവാനിടയായി തീർന്നു. ഹാലേലിയ ഒന്നാമത്തെ സങ്കീർത്തനത്തിലെ വാക്യങ്ങളെല്ലാം ഹാലേലിയ നമ്മൾ അതുപോലെ പാലിച്ചു കഴിഞ്ഞാൽ ഈ 150 സങ്കീർത്തനത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാനിടയായി തീരും. ഹാലേലുയ സ്തോത്രം. ഇത് ഹാലേലുയ ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ ഇവിടെ കാണിക്കുവാനിടയായി തീരുന്നു. അതിൽ എൻ്റെ മുന്നിൽ സമയം കുറവാണ്, ഞാൻ വളരെ വേഗത്തിൽ പോകും. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം. അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഹാലേലുയാ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാത്തവൻ. ഹാലേലുയാ സ്തോത്രം. ഒരു ഭക്തനാരാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാത്തവൻ? ഹാലേലുയാ, ആരാണ് ഈ ദുഷ്ടൻ? ഹാലേലുയാ സ്തോത്രം. ഹാലേലുയാ ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ഹാലേലുയാ സ്തോത്രം, ഹാലേലുയാ സ്തോത്രം, നമ്മുടെ ശത്രുവായ ഹാലേലുയാ പിശാചാണ്. ഹാലേലുയാ സ്തോത്രം. അവന്റെ ആലോചന പ്രകാരമല്ല ഒരു ദൈവപൈതൽ നടക്കേണ്ടത്. ഒരു ദൈവപൈതൽ നടക്കേണ്ടത് ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ്. ഹാലേലുയാ സ്തോത്രം. ഈ ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹാലേലുയാ സ്തോത്രം, നവരത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവനാണ്. ഹാലേലുയാ സ്തോത്രം. ഒരു കാലത്ത് ഹാലേലുയാ സ്തോത്രം അവൻ ഹാലേലുയാ ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി ഹാലേലുയാ സ്തോത്രം ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരുവനാണ്. ഹാലേലുയാ സ്തോത്രം. എന്നാൽ ഹാലേലുയാ അവന്റെ ഉള്ളിൽ ചെറിയ ഒരു നിഗളം കയറുവാനിടയായി തീർന്നു. ഹാലേലുയാ സ്തോത്രം. അവൻ ഹാലേലുയാ ആരോടും ഒന്നും പറഞ്ഞില്ല, ആരോടും സംസാരിച്ചില്ല. അവന്റെ ഹൃദയത്തിൽ ഒരു ചെറിയ നിഗളം മാത്രമേ കയറിയതുള്ളൂ. ആ നിഗളത്തെ ഹാലേലുയാ ദൈവം അറിയുവാനിടയായി തീർന്നു. എന്താണ് അവൻ ഹൃദയത്തിൽ ഉണ്ടായ നിഗളം? ഹാലേലുയാ സ്തോത്രം. എനിക്ക് ഹാലേലുയാ സ്തോത്രം ഹാലേലുയാ ദൈവത്തിന്റെ ഹാലേലുയാ മുകളിൽ കയറണം. ഹാലേലുയാ ദൈവത്തെക്കാൾ ഉന്നതനാകണം. ഹാലേലുയാ അവിടെ എൻ്റെ സിംഹാസനം വെക്കണം. ഇതെല്ലാം അവന്റെ ഹൃദയത്തിലെ ഒരു ചിന്തയായിരുന്നു. എന്നാൽ ഹാലേലുയാ ഈ ചിന്തകളെ നിലവുകളെയും അറിയുന്ന ഒരുവനുണ്ടായിരുന്നു. അവനത് ശ്രദ്ധിച്ച് കേൾക്കുവാനിടയായി തീർന്നു. നിഗളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാലേലുയാ സ്തോത്രം. ഗ്രീക്കിലും ഹാലേലി മറ്റു ഭാഷയിലൊന്നും എനിക്കത് പറയുവാൻ കഴിയില്ല. എന്നാൽ ഞാൻ മലയാളത്തിൽ അത് പറഞ്ഞു തരാം. ഹാലേലുയാ നിഗളം എന്ന് പറഞ്ഞാൽ ദൈവദാസനില്ലാത്തൊരു കാര്യം എനിക്കുണ്ടാകുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഹാലേലി ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം സോക്കേടിനെയാണ് നിഗളം എന്ന് പറയുന്നത്. ഹാലേലുയാ സ്തോത്രം. ആ നിഗളം ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ഹാലേലുയാ സ്തോത്രം അവൻ്റെതായ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അവന്റെ മുന്നോട്ടുള്ള ഹാലേലുയാ സ്തോത്രം ദൈവത്തിന്റെ ഹാലേലുയാ വാഗ്ദത്തങ്ങളൊക്കെയും അവനെ പുറകോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ് നിഗളം എന്ന് പറയുന്നത്. നിഗളികളെ ദൈവം വെറുക്കുന്നുവെന്നാണ് ദൈവത്തിന്റെ വചനം വായിക്കുന്നത്. ഹാലേലുയാ ദൈവം വെറുക്കുന്ന ഒരേ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ നിഗളികളെ മാത്രമാണ്. ഈ നിഗളിയായ ദൂതനെ എന്ത് ചെയ്തു? അവൻ ഹാലേലുയാ 6 ചിറകുള്ളവനായിരുന്നു. 6 ചിറകുകൊണ്ട് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നവനായിരുന്നു. ദൈവം 6 ചിറകും വെട്ടുവാനിടയായി തീർന്നു. വെട്ടേറ്റിയവൻ താഴെ വീണു. ഹാലേലുയാ സ്തോത്രം. താഴെ വീണ ഈ ദുഷ്ടൻ അവൻ ഇഴയുവാൻ തുടങ്ങി. അവൻ ഇഴഞ്ഞിഴഞ്ഞ് ഹാലേലുയാ സ്തോത്രം ഹാലേലുയാ അവൻ ഹാലേൽ നടന്ന് ചെയ്യുവാൻ കഴിയാത്തത് ഹാലേലുയാ സ്തോത്രം അവൻ ഇഴഞ്ഞു ചെയ്യുവാൻ തുടങ്ങി. ഹാലേലുയാ അവൻ തോട്ടത്തിൽ കയറി. ഹാലേലുയാ ഇഴഞ്ഞ് ഹാലേലുയാ മരത്തിൽ കയറി. ഹാലേലുയാ പഴം വരെ പറിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ഹാലേലുയാ സ്തോത്രം ഇഴഞ്ഞു നടക്കുന്നവനെ പോലെ അല്ല എന്നെയും നിന്നെയും ആക്കിയിരിക്കുന്നത്. എന്നെയും നിന്നെയും ആക്കിയിരിക്കുന്നുണ്ടല്ലോ. അവനെ വാഴുവാനാണ്. ഹാലേലുയാ സ്തോത്രം. വെട്ടിയിട്ടവൻ ഇഴഞ്ഞു നടക്കുമ്പോൾ ഞാനും നീയും വാഴുവാൻ വേണ്ടി ദൈവം ഹാലേലുയാ സൃഷ്ടിച്ചവനാണ്. ഹാലേലുയാ സ്തോത്രം. ആരെയെല്ലാം വാഴണം? ഹാലേലുയാ സ്തോത്രം. നീ ഹാലേലുയാ സകലത്തെയും വാഴുവാനാണ് ദൈവം നിന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഹാലേലുയാ ചിറക് വെട്ടി അവൻ ഇഴഞ്ഞു നടക്കുമ്പോൾ ഹാലേലുയാ അവനെ വാഴുവാൻ ദൈവം ഹാലേലുയാ സ്തോത്രം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മൾ വാഴുന്നവരായി തീരണം. ഹാലേലുയാ സ്തോത്രം. നമ്മൾ ഇഴഞ്ഞു നടക്കുന്നവരെ പോലെയായി തീരരുത്. ഹാലേലുയാ നമ്മളെ കാണുമ്പോൾ അറിയണം നമ്മളൊരു വാഴുന്ന ഒരു വ്യക്തിയാണ്. ഹാലേലുയാ സ്തോത്രം. നമ്മൾ കുടുംബത്തിൽ വാഴുന്നവരായിരിക്കണം. നമ്മൾ സമൂഹത്തിൽ വാഴുന്നവരായിരിക്കണം. ഹാലേലി നമ്മൾ പോകുന്നിടത്ത് നമ്മളെ കാണുന്നവർ പറയണം ഹാലേലി അവനൊരു വാഴുന്ന വ്യക്തിയാണ്. ചിലരുടെ ഹാലേലി നടത്തം കാണുമ്പോൾ
ഹാലലിയ ആരാധന കാണുമ്പോൾ, പാട്ട് കാണുമ്പോൾ അറിയാം അവൻ ഇഴഞ്ഞു നടക്കുന്നവനാണ്. ഹാലലിയ സ്തോത്രം. അങ്ങനെയല്ല, എന്നെയും നിന്നെ വാഴുവാനാണ് ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതെങ്കിൽ നാം സകലത്തെയും വാഴുവാൻ വേണ്ടി നമ്മൾ ഹാലലിയ സ്തോത്രം എന്നും പ്രാർത്ഥനയോടുകൂടിയായി നടക്കണം. അവൻ നിന്നെ ഇഴയിച്ച് നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, നിന്റെ ജീവിതത്തെ ഉടയ്ക്കുവാൻ നോക്കുമ്പോൾ നീ പറയണം, ഞാൻ വാഴുവാൻ, നിന്നെ വാഴുവാൻ വേണ്ടി ഹാലലിയ സ്തോത്രം എന്നെ ഉണ്ടാക്കിയവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ആരാധനയിൽ എല്ലാം വെളിപ്പെട്ട് വരണം. ഹാലലുയാ സ്തോത്രം. നമ്മൾ ആലയത്തിൽ വരുമ്പോൾ നമ്മുടെ ഹാലയിലെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ, ആത്മാവിൽ അത് കാണുവാനിടയായി തീരണം. ഹാലലുയാ സ്തോത്രം. ദാവീദിന് ഹാലലുയാ സ്തോത്രം നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ ഹാലലുയാ അനുഗ്രഹങ്ങൾ കൂടുമ്പോൾ നമ്മൾ ദൈവത്തെ അധികം ആരാധിക്കുന്നവരായി തീരണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭൗതിക നന്മകൾ, ആത്മീക നന്മകൾ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾ തണുത്തു പോകാറുണ്ട്, നമ്മൾ താഴ്ന്നു പോകാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. എത്രയും സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, എത്രയും നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം കൂടുമ്പോൾ അത്രയും നീ കൂടുതൽ ദൈവത്തെ ആരാധിക്കേണ്ട വ്യക്തിയാണ്. ഹാലലുയാ സ്തോത്രം. ആരാധനയിൽ മടുത്തു പോകരുത്. ദൈവത്തെ സ്തുതിക്കുവാൻ നീ നാലിലെ കുറവ് കാണിക്കരുത്. ഹാലലുയാ സ്തോത്രം. ആരാധനയിൽ മടുത്തു പോകാതെ നീ ആരാധിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയായി തീരും. ദാവീദ് ഹാലലുയാ സ്തോത്രം ഒരു ഇടയനായി കാട്ടിലായിരുന്നു. ദൈവം അവനെ രാജാവാക്കിയപ്പോഴും അവൻ ആരാധിക്കാൻ മറന്നില്ല, അവൻ ആരാധന വിട്ടില്ല. ഹാലലുയാ സ്തോത്രം. അവനൊരു പ്രത്യേകതയുണ്ട്. അവൻ പെട്ടകം കാണുമ്പോൾ അവന്റെ കാല് തുള്ളും. ഹാലലുയാ. പെട്ടകം കാണുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു തുടിപ്പുണ്ടാകും. ഹാലലുയാ സ്തോത്രം. ദാവീദിനോട് ചോദിക്കാം, ദാവീദേ, ഈ പെട്ടകം കാണുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു തുടിപ്പിനുള്ള കാരണം എന്താണ്? അപ്പോൾ ദാവീദിന് പറയുവാൻ കഴിയും, ഹാലലുയാ സ്തോത്രം, ഹാലലുയാ, പണ്ടൊരു കാലത്ത് എൻ്റെ പിതാക്കന്മാർ ഹാലേലിയ സ്തോത്രം മറുകര കടക്കുവാൻ കഴിയാതെ വണ്ണം ഹാലേലിയ ബന്ധപ്പെട്ട് കരഞ്ഞും കൊണ്ട് ഹാലേലിയ യോർദാന്റെ കരയ്ക്ക് നിന്നപ്പോൾ ഹാലേലിയ അവരുടെ തോളിൽ വെച്ച പുരോഹിതന്മാർ ഒരു പെട്ടകവുമായി വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ ആ യോർദാൻ രണ്ടായി മാറുവാൻ ഇടയായി തീർന്നു. അവർക്ക് വഴി തുറന്നൊരു യോർദാൻ ഉണ്ടെങ്കിൽ അത് ഹാലേലിയ ഈ പെട്ടകത്തിന്റെ കാലിലെ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് ഈ പെട്ടകം കാണുമ്പോൾ അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം ഹാലേലുയ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ ഈ പട്ടണത്തിൽ നടത്തിയതെങ്കിൽ ഹാലേലിയ ഈ പട്ടണത്തിൽ ഇത്രത്തോളം മാനിച്ചത് ദൈവമാണെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ നിനക്ക് രുചിച്ചറിയാൻ കഴിയുമെങ്കിൽ ഒരിക്കലും നീ അടങ്ങിയിരിക്കരുതോ, ഒരിക്കലും നീ മൗനമായിരിക്കരുതോ. ഹാലേലുയ. നിന്റെ ഹാലേലിയ പണം കൂടുമ്പോൾ, ഇൻക്രിമെന്റ് കൂടുതൽ കിട്ടുമ്പോൾ, ഒരു പോസ്റ്റിന്റെ ഉയർച്ച കിട്ടുമ്പോൾ, ഒരു പദവി കിട്ടുമ്പോൾ നീ മിണ്ടാതിരിക്കരുത്. പിന്നെയോ നീ ആ ദാവീദിനെ പോലെ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനായി തീരണം. ദൈവമാണ് എനിക്ക് ഈ നന്മകൾ തന്നത്, ദൈവമാണ് എനിക്ക് ഇവിടെ വരെ എത്തുവാൻ ദൈവം വഴികൾ ഒരുക്കിയത്. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ആരാധനയിൽ വളരെ ശോഷിക്കാറുണ്ട്. ഹല്ലേലൂയ സമയം കിട്ടുമ്പോൾ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കണം. പണ്ടൊരിക്കൽ ഹല്ലേലൂയ ഒരു സഹോദരനോട് ചോദിച്ചു, ബ്രദറെ ഹാലല് ബ്രദർ എന്തിനാ ഇങ്ങനെ കിടന്ന് കീറുന്നതെന്ന്. ഹാലലി സ്തോത്രം. എനിക്കതിന് അർത്ഥം മനസ്സിലായില്ല. ഹാലല് കീറുക എന്നൊക്കെ പറഞ്ഞാൽ ഹാലല് അങ്ങനെ ഒരു ഭാഷ ഞാൻ അന്ന് കേട്ടിട്ടില്ലായിരുന്നു. ഹാലല് കാറുക എന്നൊക്കെ എനിക്ക് അന്ന് കേട്ടിട്ടുണ്ട്. കാറുക എന്നൊക്കെ ഉച്ചത്തിൽ പറയുന്നതിന് കാറുക എന്നൊക്കെ പറയും. ഹാലലി സ്തോത്രം. പിന്നാണ് എനിക്ക് മനസ്സിലായ ഹാലലി കാറുന്നതിൻ്റെ ക്ലൈമാക്സ് ആണ് കയറുക എന്നുള്ളത്. ഹാലലുയാ സ്തോത്രം. ഹാലലി എത്രയും ഉച്ചത്തിൽ നിനക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഹാലേൽ അത്രയും അനുഗ്രഹങ്ങളും നന്മകളും സ്വർഗം നിനക്ക് തരുന്നൊരു ദൈവമാണ്. ഹാലലുയ. നീ മൗനമായിരുന്നാൽ ഹാലലുയ ശത്രു നിന്നെ ഹാലെ ഒതുക്കി കളയുവാനിടയായി തീരും. ഈ പട്ടണത്തിൽ വളർച്ചകൾ മുരടിക്കുന്നതിന്റെ കാരണം എന്താണ്? പലപ്പോഴും നീ മൗനമായി ഹാലിൽ നിന്നെ ഒതുക്കുവാൻ ശത്രു നോക്കുമ്പോൾ അവന്റെ കരങ്ങളിൽ ഹാലിൽ അകപ്പെട്ടു പോകുക. ഹാലലുയാ സ്തോത്രം. ദുഷ്ടന്റെ ആലോചന പ്രകാരം നീ നടക്കരുത്, ദുഷ്ടന്റെ ആലോചന പ്രകാരം നീ നടക്കരുത്. ദൈവത്തിന്റെ വചനത്തിൽ ഹാലിൽ ആഴമായി ഊന്നിക്കൊണ്ട് ഹാലലുയാ സ്തോത്രം ഹാലിൽ സകലത്തെയും വാഴുവാൻ ഹാലലുയാ നിന്നെ ആക്കിയ ദൈവത്തിന്റെ മുൻപിൽ ഹാലലുയാ നീ നിർത്തത്തോടെ ദൈവത്തെ ആരാധിക്കണം. ഹാലലുയാ. യഹോവയുടെ ന്യായപ്രമാണത്തെ
രാപ്പകൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ഈ ന്യായ പ്രമാണമുണ്ടല്ലോ, ഹല്ലേലൂയ, ഇത് നമ്മളെ നിത്യതയിലും നമ്മളെ കാക്കുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ന്യായ പ്രമാണത്തിലെ സത്യങ്ങളെ ഹല്ലേലൂയ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് ഇങ്ങനെ ഇരിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ഈ ന്യായ പ്രമാണത്തിന്റെ ഹല്ലേലൂയ, സ്തോത്രം, സത്യങ്ങളാണ് നമ്മളെ ദിനം ഹല്ലേലൂയ ഈ മരുഭൂമിയിൽ നമ്മളെ ആശ്വാസകരമായി നടത്തുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ആറ്റരകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഹല്ലേലൂയ, ഇങ്ങനെ ചെയ്യുന്ന വ്യക്തിയുണ്ടല്ലോ, ആറ്റരകത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാണ്. ഞാനും നീ ഒരു കാറ്റത്ത് പറന്നു വന്ന് കിളിച്ചു വന്നതല്ല, എന്നെയും നിന്നെ നട്ടൊരുവനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്നെയും നിന്നെ പറിച്ചു നട്ടതാണ്. ഹല്ലേലൂയ, സ്തോത്രം. നട്ടവൻ അറിയാം. ഹല്ലേലൂയ, എത്ര കഷ്ടപ്പെട്ടാണ് ഹല്ലേലൂയ നിന്നെ ഇവിടെ നട്ടത്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ മണ്ണൊരുക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കട്ടകൾ ഉടച്ച്. ഹല്ലേലൂയ, സ്തോത്രം. നല്ലതുപോലെ ഹല്ലേലൂയ വളമെല്ലാം ഇട്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിന്നെ വേലി കെട്ടി. ഹല്ലേലൂയ, ആറ്റിന്റെ അരികത്ത് നിന്നെ നടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ദുഷ്ടമൃഗം നിന്നെ കാണാതെ വണ്ണം നീ പട്ടണത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ആപത്തുകൾ നിന്നെ തൊടാതെ വണ്ണം, ഹല്ലേലൂയ, രോഗങ്ങൾ നിന്നെ കാണാതെ വണ്ണം, ഹല്ലേലൂയ, ഹല്ലേലൂയ, വേലി കെട്ടി നിന്നെ ഈ പട്ടണത്തിൽ നട്ടുവെങ്കിൽ, ഹല്ലേലൂയ, അതിന് തക്കവണ്ണം ഫലം കായ്ക്കുന്നവരായി നമ്മൾ തീരണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഇന്നലത്തെ വേദനയുണ്ടല്ലോ, അത് നീ മുകളിലേക്ക് ചാഞ്ഞു പോയപ്പോൾ ഒരു ചായ്വ് വന്നു, അവിടെ ദൈവം നിന്നെ വെട്ടി നിവർത്തിയതാണ്. ഹല്ലേലൂയ, ആ വേദന കണ്ട് നീ ഭാരപ്പെടേണ്ട. നീ നിവർന്നു പോകുവാൻ, നീ നേരെ വളരുവാൻ, നീ നല്ലതുപോലെ ഫലം കായ്ക്കുവാൻ, ചില വെട്ടലുകൾ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ, ചില വേദനകൾ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം. ദൈവമേ, എവിടെയോ എൻ്റെ ജീവിതത്തിൽ ചരിവ് പറ്റിയിട്ടുണ്ട്, എങ്ങോട്ടോ എൻ്റെ ജീവിതത്തിൽ ഒരു തിരിവ് പറ്റിയിട്ടുണ്ട്, അതിനെ വെട്ടി, ഹല്ലേലൂയ, അതിനെ ഹല്ലേലൂയ ചെത്തി, ഹല്ലേലൂയ, ഉടയവൻ നേരെ ഹല്ലേലൂയ നല്ലതുപോലെ മുകളിലേക്ക് പോകുവാൻ നിന്നെ ഒരുക്കുന്നതാണ്. ഹല്ലേലൂയ. ഇങ്ങനെ മുകളിലേക്ക് വളർന്നു പോയാൽ പോരാ, അതിൽ നിന്ന് ഫലം കായ്ക്കുവാൻ ഫലത്തിന് വേണ്ടി ഉടയവൻ കാത്തിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഉടയവൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. ആദ്യ ദിവസങ്ങൾ ഹല്ലേലൂയ, ആ സമയത്ത് നീ ഫലം കായ്ച്ചിട്ടില്ലെങ്കിൽ ഉടയവന് വലിയ വേദനയുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പട്ടണത്തിൽ വന്നിട്ട് വർഷങ്ങളായി കൊടുക്കേണ്ട ഫലം നീ കൊടുത്തിട്ടുണ്ടോ? ഹല്ലേലൂയ, ഉടയവൻ നിന്നെ നട്ടു. ഹല്ലേലൂയ, അനേക വൃക്ഷങ്ങളും ചാഞ്ഞു പോയപ്പോൾ, അനേക വൃക്ഷങ്ങൾ കാറ്റത്തൊടിഞ്ഞു പോയപ്പോൾ, അനേക വൃക്ഷങ്ങളും ഫലം കായ്ക്കാതെ ഉണങ്ങിപ്പോയപ്പോൾ ഉടയവൻ നിന്നെ നട്ടത് നല്ല സ്ഥലം, ജലമുള്ള സ്ഥലത്താണ്. ഹല്ലേലൂയ, ആറ്റിന്റെ അരികത്താണ് നിന്നെ നട്ടത്. ഹല്ലേലൂയ, നീ നല്ലതുപോലെ ഫലം കായ്ക്കണം. ഓ, നീ നല്ലതുപോലെ പട്ടണത്തിൽ വളരണം, നീ മാന്യമായ രീതിയിൽ വളരണം. ഹല്ലേലൂയ, പിതാക്കന്മാരുടെ പ്രാർത്ഥന, പിതാക്കന്മാരുടെ കണ്ണുനീര് കണ്ടു ഈ പട്ടണത്തിൽ നിന്നെ മാനിച്ചുവെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉടയവൻ നിന്നിൽ നിന്ന് ചില ഫലങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. മറ്റുള്ളവർക്ക് തണലായി തീരുവാൻ, മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി തീരുവാൻ, മറ്റുള്ളവർക്ക് വേദനയിൽ ഒരു തണലായി തീരുവാൻ ഹല്ലേലൂയ ഉടയവൻ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇന്നും ഫലം കായ്ക്കാതുള്ള അവസ്ഥയാണെങ്കിൽ, ഹല്ലേലൂയ, കോടാലിയുമായിട്ടവൻ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ദിവസം വരുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ, കോടാലി മൂട്ട്, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ ചുവട്ടിൽ വെക്കുന്നതിന് മുൻപേ ഹല്ലേലൂയ നല്ല ഫലം കൊടുക്കുവാൻ ഈ ദിവസങ്ങളിൽ മടങ്ങി വരേണ്ട ദിവസങ്ങളായിരിക്കുകയാണ്. എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്ന അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ എന്നെ നിന്നെ നട്ടിരിക്കുന്നത് ഒരാറ്റരികത്താണ്. ഹല്ലേലൂയ, എൻ്റെ നട്ടൊരുവനുണ്ട്, അവന് വേണ്ടുന്നതായ ഫലം കായ്ക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ഹല്ലേലൂയ ഒരുക്കപ്പെട്ടവരാണ്. അവൻ്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സങ്കീർത്തനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. താങ്ക് യു ബ്രദർ ജോൺ. ദൈവം നല്ല കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്ന ഒരുമിച്ച് കർത്തൃപാദപുരത്തിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന ഭാഗം കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നൽകി. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മിക്കവാറും ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുവാൻ തക്കവണ്ണം ആരാലോചന പറയുന്നുണ്ടോ?
പൈതലിനോടുള്ള ബന്ധത്തിൽ സാത്താൻ ആലോചന പറയും. എങ്ങനത്തെ ആലോചനയാ? അല്ലെ, ദുഷ്ടന്മാരുടെ ആലോചന. നമുക്കൊരിക്കലും അംഗീകരിക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ ദൈവം പ്രസാദിക്കാത്ത ആലോചനകളാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ നമുക്കറിയാം, വിശുദ്ധന്മാരെ പോലും ആ നിലയിൽ ആലോചന പറഞ്ഞ് തെറ്റിച്ച് കളഞ്ഞിട്ടുള്ള അനേക സന്ദർഭങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാം മനുഷ്യനായ ആദമിനെയും ഹവ്വയെയും തുടങ്ങി ഇന്ന് വരെ അവൻ അവിടെ നിന്ന് തുടങ്ങിയ ക്ലാസ്സാ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല? ആ ട്യൂഷൻ സെന്റർ നിർത്തിയിട്ടില്ല. സ്തോത്രം. ഇങ്ങനെ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുക. എന്തിനാ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്? ഇത്തിരിയൊക്കെ ആകാമല്ലോ, ഇത്തിരിയൊക്കെ ചെയ്യാമല്ലോ, ഇങ്ങനെയൊക്കെയും ജീവിക്കാമല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ അവരെ കണ്ടില്ലേ, ഇവരെ കണ്ടില്ലേ, ഒരുപാട് ഉദാഹരണ സഹിതം ഇവനിങ്ങനെ ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായിരുന്നു ഒന്നാം അധ്യായത്തിലൂടെ സംഭവിക്കുന്നത്? നമുക്കറിയാം, ഒന്നാമത്തെ മനുഷ്യനായ ആദമിനെയും ഹവ്വയെയും തെറ്റിക്കുമ്പോൾ തന്നെ കാണാൻ ഭംഗിയുള്ളതും പിന്നെ തിന്മാൻ ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമായത്, നമ്മുടെയൊക്കെ വിഷയത, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഹല്ലേലൂയ, ഈ കാര്യങ്ങളിൽ നമ്മുടെ ഉള്ളിൽ തരിക. അപ്പൊ നമ്മളൊക്കെ അല്ലെ, അവനോട് പറഞ്ഞു, എന്താ സാത്താൻ പറഞ്ഞത്? നീ ഒരിക്കലും മരിക്കില്ല, നീ ഒരിക്കലും മരിക്കില്ല. കാരണം അവൻ ആത്മീയനല്ലാത്തത് കൊണ്ട് അവന്റെ ജഡത്തെക്കുറിച്ച് മാത്രമേ അവന് ചിന്തയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞു നീ ഒരിക്കലും മരിക്കില്ല എന്ന്. വാസ്തവത്തിൽ ആദവും ഹവ്വയും മരിച്ചായിരുന്നോ ജഡികമായി? ഇല്ല, ജഡസംബന്ധമായി മരണം സംഭവിച്ചില്ല. പക്ഷേ എന്ത് സംഭവിച്ചു? ആത്മീയ മരണം സംഭവിച്ചു. അതാ ദുഷ്ടന്റെ ആലോചന. പലപ്പോഴും നമ്മയും ആത്മീയമായി കൊലവിളിക്കുക എന്നുള്ളതാണ് സാത്താന്റെ ഉദ്ദേശം. ദൈവസന്നിധിയിൽ നിന്ന് നാം വിട്ടു നിൽക്കുക, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മളിവിടെ കൊടുക്കാതിരിക്കുക. അതാണ് ദുഷ്ടൻ ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ഹല്ലേലൂയ, പലപ്പോഴും നമ്മെ പിടിച്ചു നിർത്തുന്ന, അല്ലെങ്കിൽ നമ്മെ തകർത്തു കളയുന്ന ആ ദുഷ്ടന്റെ ആലോചനയെ നാം ഈ ദിനങ്ങളിൽ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സാത്താൻ ഒരുപാട് രീതിയിൽ പ്രവർത്തിപ്പാനുണ്ട്. പക്ഷെ പലപ്പോഴും നാം അതിനെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ പോകാറുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നാം എന്താ ചെയ്യണമെന്ന് പറഞ്ഞതോ? യഹോവയുടെ ന്യായപ്രമാണം ചർച്ചിൽ വരുമ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണോ പറഞ്ഞേ? അല്ല, പിന്നെ രാപ്പകൽ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. പക്ഷെ നടക്കുന്ന കാര്യം വലുതും പറയുന്നൊക്കെയാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്, അല്ലേ? ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ വീട്ടിലെ കാര്യങ്ങൾ, ഇനി ചെന്നിട്ടുള്ള കാര്യങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുക, അടുത്തൊരാഴ്ച ചെയ്യേണ്ട കാര്യങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ രാപ്പകലിന്റെ കാര്യം പറയുന്നത്. ഇന്ന് കൊണ്ടുപോയി ഈ വെച്ച ബൈബിൾ ഇനി എടുക്കുന്ന എപ്പോഴാ? നിങ്ങളുടെ മൗനം കണ്ടിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് വേണമെങ്കിലും വെച്ച് എന്ത് ചെയ്യാം? പൂരിപ്പിക്കാം. രാപ്പകൽ ധ്യാനിക്കണം. ദുഷ്ടൻ നമ്മോട് ദുഷ്ട ആലോചനകളുമായി വരുമ്പോൾ നാം ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? ഉടനെ ദൈവവചനത്തിലേക്ക് വരിക. അത് ധ്യാനിക്കുവാനിടയായിത്തീരണം. ഇല്ലെങ്കിൽ നമുക്കവന് ജയിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ മനസ്സവൻ കലക്കിക്കളയും. തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ പുതുദോഷം സങ്കല്പിക്കുന്നവരായി മാറും. പുതുദോഷം സങ്കല്പിക്കുന്നവരായി മാറും. ദൈവമക്കളെ അതിന് ഉപയോഗിക്കും. പിശാച് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മെക്കാൾ വിശുദ്ധന്മാരും ശക്തന്മാരും എന്ന് അവകാശപ്പെട്ടവരെ പോലും. അതുകൊണ്ട് ദിവസങ്ങളിൽ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ചുകൊണ്ട് അവസാന വാക്യത്തിൽ ഓർപ്പിക്കുന്നത് പോലെ തന്നെ സ്തോത്രം, ഹല്ലേലൂയ, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. ആ നല്ല വഴികളെ അറിഞ്ഞ് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
ദൈവത്തിന് സ്തോത്ര സാക്ഷ്യത്തിനായ സമയങ്ങൾ ഓർത്തിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. എല്ലാം ഞാൻ ഓർത്തു എന്തോ പറ്റി ഇന്നും ഇനിയും വോയിസ് മെസ്സേജും നമ്മളിട്ട പരസ്യമൊന്നും കണ്ടില്ലയോ, 9 മണിക്കാണ് ആരാധന എന്നുള്ളത്. കാരണം പകുതി പേരും ഇവിടെ എത്തിയിട്ടില്ല. സ്തോത്രം. നമുക്കറിയാം ഈ വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ വളരെ കുറഞ്ഞു തുടങ്ങും. പിന്നെ എന്തുകൊണ്ട് ഇത്ര ആൾ കുറഞ്ഞത്? ദൈവത്തിന് സ്തോത്രം. സാക്ഷ്യത്തിലൂടെ ഒരുപക്ഷെ വരാത്തവരുടെ കാര്യങ്ങൾ ഓരോരുത്തർ പറയുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഞാനിരിക്കുന്നു. ആരും ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രാർത്ഥനയോടെ നമുക്ക് ദിവസം എല്ലാവർക്കും കുഞ്ഞുങ്ങളെ സാക്ഷ്യത്തിനായി ക്ഷണിക്കും. Give thanks to grateful heart. Give thanks with the holy. Give thanks because He's living. Jesus Christ. Weak say I am strong. Let the poor say I am rich, because it's all the Lord has done for us. Give thanks. Psalms 121 I will lift up to the mountains, foundation my help comes and for me heaven and earth. Praise Lord. John 3 verse 16. For God so loved the world that He gave His only Son, whoever believes in Him shall not perish but have eternal life. Praise the Lord. Matthew 6 verse 13. And do not lead us into temptation, but deliver us from evil one. For yours is the kingdom and the power and the glory forever. Amen. My soul is among the lions, and in the I lie among the sons of men who are set on fire, whose tongues are spears and arrows, and their teeth a sharp sword. Psalms 57 verse 4. First, I would like to thank God for this wonderful opportunity that He has given me to stand in His presence. Says the pastor, need God is kept us safe through arms, temptations, and dangers that went away. And I would like to recite a verse. It is from Psalms chapter 3, verse 4. I cried aloud to the Lord, and He answered me from His holy hill. Amen. Praise the Lord. Last year God is good to me. He protected me from all harms and dangers. In praise of Him, I would like to cite a verse from the Bible, Psalms 48 verses 1. Great is our Lord, and greatly is to be praised in the city of God, in His holy mountain. Amen. Hallelujah. 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 ദൈവസന്നിധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ വിൽസൺ ചായൻ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആരോഗ്യത്തോടും ബലത്തോടും ദൈവകൃപയോടും കൂടെ കർത്താവ് കുഞ്ഞുങ്ങളെ സൂക്ഷിക്കട്ടെ. നമ്മളെല്ലാവരും അറിയുന്നത് പോലെ കോവിഡിൻ്റെ വ്യാപനം വീണ്ടും നമ്മുടെ രാജ്യത്ത് ശക്തമാകുന്നു. പല സംസ്ഥാനങ്ങളിലും ഹല്ലേലൂയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ മാത്രമല്ല പ്രിയപ്പെട്ടവരെയും കർത്താവ് സൂക്ഷിക്കണമെന്നാൽ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയോടെ കുഞ്ഞുങ്ങളെ കർത്താവ് പരിപാലിക്കുന്നതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ വെക്കേഷൻ ആരംഭിക്കുന്നല്ലോ. ഹല്ലേലൂയ മാതാപിതാക്കൾ ഡ്യൂട്ടിക്ക് കടന്നു പോകുന്ന സമയങ്ങളിൽ തനിച്ച ഭവനങ്ങളിലായിരിക്കുന്ന സന്ദർഭങ്ങൾ ഒരു വിധത്തിലും സാത്താൻ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു വിധത്തിലും ദോഷം ചെയ്യുവാൻ അനുവദിക്കാതെ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയോടെ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ ഭവനത്തിലായിരിക്കാൻ അവരുടെ ഹോംവർക്കുകളൊക്കെ ഭംഗിയായി ചെയ്യുവാൻ തക്കുന്ന സ്വർഗത്തിലുള്ള ദൈവം അവരെ സഹായിച്ച് ബലപ്പെടുത്തേണ്ടതിനായി സൂക്ഷിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവിടെ ആവശ്യങ്ങൾ മൂത്ത് കർത്താവ് കൂടെ ഇരിക്കട്ടെ. നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് നൽകട്ടെ. ദൈവസഭയ്ക്കോ മാതാപിതാക്കൾക്ക് ദേശത്തിനോ ഹല്ലേലൂയ പഠിക്കുന്ന സ്ഥാപനത്തിനെല്ലാം കുഞ്ഞുങ്ങളൊരു അനുഗ്രഹമായി തീരണം. ആരോഗ്യം ബലവും ദൈവകൃപയും കൊടുക്കണം. കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന പാനീയം, ശ്വസിക്കുന്ന വായു കർത്താവ് ശുദ്ധീകരിച്ചു കൊടുക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിയ വിൽസനച്ചാൻ പ്രാർത്ഥിച്ചാട്ടെ. ഇഷ്ടം ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സർവശക്തനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ,
ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പകൽക്കാലത്ത് കർത്താവെ ഞാൻ കുടുംബമായി ഹല്ലേലൂയ പൈതങ്ങളുമായി അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന കർത്താവെ ആരാധിപ്പാനും കർത്താവെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനും കർത്താവെ പൈതങ്ങളുമായി വന്നിരിക്കുന്നവർക്കായി സ്തോത്രം. പൈതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, പൈതങ്ങളെ സ്നേഹിക്കുന്നതും കർത്താവെ, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വിടുവാൻ കർത്താവ് ഓർഡർ കൊടുത്തവർക്കായി സ്തോത്രം കർത്താവെ. അവർക്ക് ആവശ്യമായ എല്ലാ ആത്മീയവും ഭൗതികവുമായ ജ്ഞാനങ്ങൾ നൽകി നീ അവരെ മാനിക്കണമേ. ശാരീരികമായി മാനസികമായി കർത്താവെ സഹായിക്കണമേ. എല്ലാവിധ രോഗബാധകളിൽ നിന്നൊക്കെ നീ വെടിവെച്ച് ഹല്ലേലൂയ സ്തോത്രം. സൗഖ്യത്തോട് സമാധാനത്തോടെ ആയിരിക്കാനും സഹായിക്കുന്ന കർത്താവെ. അവർ പഠിക്കുന്ന സ്കൂളുകളിലെ കോളേജുകളിലെ കർത്താവെ, ഇവിടെ ആയിരിക്കുന്ന അന്യദേശങ്ങളിലായിരിക്കുന്ന എല്ലാ പൈതങ്ങൾക്കായും സ്തോത്രം. ഓരോരുത്തരെയും പേര് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പൈതങ്ങൾ കർത്താവെ ഞങ്ങളുടെ ഭാവിയാകുന്ന കർത്താവെ നീ മാനിക്കണം കർത്താവെ. ഞങ്ങളെ അനുഗ്രഹിച്ച് വഴി തുറയ്ക്കാൻ സ്തോത്രം കർത്താവെ. പൈതങ്ങളുടെ ശാരീരിക അവസ്ഥകളെല്ലാം കർത്താവ് നീ അറിയുന്നതിനായ സ്തോത്രം കർത്താവെ. ആത്മീകമായ കർത്താവെ സഹായിക്കണം. ശലോമോനെ അനുഗ്രഹിച്ച സർവജ്ഞാനിയായ ദൈവം കർത്താവെ സ്തോത്രം. പൈതങ്ങളെയും ജ്ഞാനത്താൽ നിർവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മാതാപിതാക്കളെ അനുഗ്രഹിക്കണം. അവർക്ക് ആവശ്യം ഭൗതിക നന്മകൾ നൽകിയ കർത്താവെ. അവരുടെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കുന്നവന് സഭയെ അനുഗ്രഹിക്കുന്ന കർത്താവെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ സഭയിലും സ്കൂളുകളിലും കോളേജിലും എവിടെയും കർത്താവ് ഭവനത്തിലും മാതൃകയായി തിരുമാൻ സഹായിക്കണമേ എന്ന് കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേട്ട് ഉത്തരവുള്ള കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞങ്ങൾ 2 ബാച്ചിലേഴ്സ് ആയിരുന്നു വീട്ടിൽ ഒറ്റയ്ക്കുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായി ഞാനൊരു ബാച്ചിലർ ഒറ്റയ്ക്ക് വീട്ടിലായിരിക്കുന്നു. കർത്താവ് എന്നെയും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും വഴി നടത്തുന്നു. പപ്പയും മമ്മിയും ചേച്ചിയുടെ അടുത്ത് സന്തോഷത്തോടെ ഇരിക്കുന്നു. ദൈവമായാൽ അവർ സാറ്റർഡേ രാത്രി കയറി സൺഡേ വെളുപ്പിനെ തിരിച്ചെത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ ഇന്നത്തെ ചെറിയൊരു ചിന്തയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യം ആണ് എടുത്തിരിക്കുന്നത്. യോഹന്നാൻ 21:15. നമുക്കെല്ലാവർക്കും അറിയാം, കർത്താവ് യോഹന്നാനോട് ചോദിക്കുന്ന, യോഹന്നാനല്ല സൈമൺ പീറ്ററിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഡു യു ലവ് മീ മോർ ദാൻ ദീസ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് അവിടെ ചോദിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കോണ്ടെക്സ്റ്റാണ്. നമുക്ക് എന്നെ ചിന്തിപ്പിച്ചൊരു ചെറിയൊരു ചിന്ത നിങ്ങളുമായിട്ട് ചിന്തിച്ചിട്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനോട് ഏറ്റവും കൂടുതൽ നടന്നൊരു വ്യക്തിയാണ് സൈമൺ പീറ്റർ. കർത്താവിനോട് എനിക്ക് തോന്നുന്നു കൂടെ എപ്പോഴും ഉണ്ടായിരുന്നൊരു ശിഷ്യനാണ് സൈമൺ പീറ്റർ. സൈമൺ പീറ്റർ കർത്താവിന് വേണ്ടി കർത്താവിനെ പിടിക്കാൻ വന്നപ്പോൾ, അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ കാവൽക്കാരൻ്റെ ചെവി മുറിച്ച് കളഞ്ഞ വ്യക്തിയാണ്. അത്രയും ബോൾഡായ സൈമൺ പീറ്റർ കർത്താവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ താൻ കർത്താവിനെ 3 പ്രാവശ്യം തള്ളി പറയുന്നുണ്ട്. തൻ്റെ ജീവനോടുള്ള ഒരു ഭയം, തൻ്റെ ജീവൻ പോകുമെന്നുള്ളൊരു ഭയം തന്നെ വല്ലാതെ പിടിച്ചു. താൻ പലയിടത്തും കർത്താവിൻ്റെ കൂടെ നടന്നവനല്ലേ എന്ന് ചോദിക്കുമ്പോൾ താൻ പേടിച്ചിട്ട് താൻ പറയും, തൻ്റെ ജീവന് വേണ്ടിയുള്ള തൻ്റെ ആ ഒരു സേവിങ് മൊമെൻ്റ് താൻ പറയുന്നുണ്ട്, ഞാൻ അറിയുന്നില്ല ഇവനെ എന്ന് വരെ സൈമൺ പീറ്റർ പറയുന്നുണ്ട്. ആ സൈമൺ പീറ്റർ തിരിച്ച് കർത്താവിനെ ക്രൂശിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ശീമോൻ തൻ്റെ പഴയ പണിക്ക് മീൻ പിടിക്കുവാൻ വേണ്ടി താൻ തിരിച്ചു പോകുന്നുണ്ട്. താൻ തിരിച്ചു പോകുമ്പോൾ മറ്റു ഡിസൈപ്പിൾസിനെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെയും സൈമൺ പീറ്റർ ഒന്നും കിട്ടാത്ത ഒരു മീൻകാരനായി മാറുകയാണ്. താൻ വല വീശിയിട്ട് ഒന്നും കിട്ടിയില്ല. ആ സൈമൺ പീറ്ററിനെ തേടി ദൈവം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. എന്നിട്ടാണ് കർത്താവ് ചോദിക്കുന്നത്, താൻ വല വീശാൻ പറയുന്നു. തനിക്ക് പിന്നെയും വളരെയധികം മീനുകൾ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന ശീമോന് പെട്ടെന്ന് കർത്താവ് പറഞ്ഞു, വല വീശി വലകൾ നിറച്ച് മീൻ കിട്ടി. ആ ശീമോനോടാണ് കർത്താവ് ചോദിക്കുന്നത്, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ആ പോയിന്റ്, ആ ചോദ്യമാണ് സൈമൺ പീറ്ററിൻ്റെ ഗ്രാഫ് മാറ്റിയത്. അത് കഴിഞ്ഞുള്ള സൈമൺ പീറ്ററിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, താൻ അനേകം പെർസിക്യൂഷനിലൂടെ കടന്നുപോയി. താൻ പലപ്പോഴും ജയിലിലാക്കപ്പെട്ടു. തൻ്റെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നു. അവസാന കാലഘട്ടത്തിൽ ട്രഡീഷൻസ് പറയുന്നത്, ബൈബിൾ പറയുന്നില്ല, ട്രഡീഷൻസ് പറയുന്നത് സൈമൺ പീറ്റർ റോമൻ കാത്തലിക്സിന് ഒരു ഭീഷണിയായി മാറി. ആ സൈമൺ പീറ്ററിനെ ക്രൂശിക്കുവാൻ നീറോ ചക്രവർത്തി തീരുമാനിക്കുന്നു. തന്നെ ക്രൂശിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ സൈമൺ പീറ്റർ പറയുന്നൊരു കാര്യമുണ്ട്, ക്രിസ്തു മരിച്ചതുപോലെ മരിക്കുവാനുള്ള യോഗ്യത എനിക്കില്ല, അതുകൊണ്ട് എന്നെ തലകീഴായി അപ്സൈഡ് ഡൗൺ ആയി ക്രൂശിക്കണമെന്ന് പറയുന്നു. ഇന്നും റോമിൽ സൈമൺ പീറ്ററിനെ ക്രൂശിക്കപ്പെട്ട സ്ഥലം കാണാൻ അനേക ടൂറിസ്റ്റുകൾ പോകാറുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, കർത്താവിനെ ഡിനൈ ചെയ്ത് തള്ളിപ്പറഞ്ഞ ശീമോൻ പത്രോസ് എങ്ങനെയാണ് കർത്താവിന് വേണ്ടി മരിക്കുന്നത്? പെർസിക്യൂഷൻസിൽ താൻ എങ്ങനെ നിന്നു എന്നുള്ളതാണ് ഈ ചോദ്യം. ഇത് തുടങ്ങുന്നത് ഈ ചോദ്യത്തിലാണ്, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. അവിടെ സൈമൺ പീറ്റർ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ കഥയ്ക്കും ഒരു ഹീറോ ഉണ്ട്, ഒരു സെൻട്രൽ ക്യാരക്ടറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം
നമ്മളാണ് സെൻട്രൽ ക്യാരക്ടർ, നമ്മളാണ് ഹീറോ എന്നാണ് വിചാരം. പക്ഷേ ആ മൊമെൻറ്റിൽ സൈമൺ പീറ്റർ മനസ്സിലാക്കി, ഞാനല്ല എൻ്റെ ഹീറോ, എൻ്റെ ക്രിസ്തുവാണ് എൻ്റെ ഹീറോ. എൻ്റെ സെൻട്രൽ ക്യാരക്ടർ, ഞാൻ ഇവോൾവ് ചെയ്യുന്നത് ക്രിസ്തുവിനെ സെൻട്രിക് ആക്കിയിട്ടാണ് എന്നുള്ളത് സൈമൺ പീറ്റർ മനസ്സിലാക്കുകയുണ്ടായി. ഞാനൊരു ചെറിയൊരു ടെസ്റ്റ് മണി, ജിം എലിയറ്റിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജിം എലിയറ്റ് ഒരു അമേരിക്കൻ മിഷണറി ആയിരുന്നു. താൻ വിശ്വാസ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. താൻ ചെറുപ്പത്തിലെ ദൈവത്തെ കണ്ടു. താൻ US-ൽ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വളരെയധികം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് താൻ തീരുമാനിക്കുന്നത്, ഞാൻ ഇക്വഡോർ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഹൗറാണി ട്രൈബൽസ് എന്ന് പറയുന്ന ഒരു ട്രൈബൽസിൻ്റെ ഇടയിലേക്ക് ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം അറിയിക്കാൻ പോവുകയാണ്. ഈ ട്രൈബൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഭയങ്കര വയലൻ്റാണ്. അവർ ഭയങ്കരമായ ആൾക്കാരെ ഉപദ്രവിക്കുന്ന, ആൾക്കാരെ കൊന്നു കളയുന്ന ട്രൈബൽസാണ്. ആമസോൺ കാടുകളിൽ ജീവിക്കുന്നവരാണിവർ. ഇവരുടെ ഇടയിലേക്ക് തൻ്റെ മിനിസ്ട്രിയുടെ പീക്കിൽ നിൽക്കുമ്പോഴാണ് ജിം എലിയറ്റ് പോകാൻ തീരുമാനിക്കുന്നത്. തൻ്റെ ഫ്രണ്ട്സ്, തൻ്റെ ഫാമിലി തന്നെ ഒരുപാട് പിന്നോട്ട് വലിച്ചു, പോകരുത്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നിന്നെ കൊന്നു കളയുമെന്ന് വരെ പറഞ്ഞു. ജിം എലിയറ്റ് പറഞ്ഞു, എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ എന്തും ത്യജിക്കാൻ തയ്യാറാണ്, താൻ തൻ്റെ ജീവനെ വരെ കളയാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ജിം എലിയറ്റും തൻ്റെ 4 കൂട്ടുകാരും, താൻ അന്ന് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തിയാണ്, താൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഷീ വാസ് ഓൾസോ കൺവിൻസ്ഡ് വിത്ത് ഹിസ് കോളിംഗ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇക്വഡോറിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിൽ വിവാഹം കഴിക്കുന്നു. ജിം എലിയറ്റും തൻ്റെ 4 മിഷണറിമാരും ചേർന്ന് ഈ ട്രൈബൽസിൻ്റെ ഏരിയയിൽ അവരൊരു എയർക്രാഫ്റ്റിൽ ഫ്ലൈ ചെയ്യുന്നു. ഈ ഫ്ലൈ ചെയ്യുമ്പോൾ അവർ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് താഴെ ഇട്ട് കൊടുക്കും. അതാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്. ഈ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് വഴി അവർ 4 മാസത്തോളം അവിടെ ഫ്ലൈ ചെയ്തു. ഈ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആദ്യം ഒരു വ്യക്തിയെ കിട്ടി, പിന്നെ 3 വ്യക്തികളെ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ജിം എലിയറ്റിന് ഒരു കോൺഫിഡൻസ് ആയി. 4 മാസം കഴിഞ്ഞപ്പോൾ താൻ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത് ഇവർ ഈ ട്രൈബൽസിൻ്റെ ഇടയിലോട്ട് ഇറങ്ങുവാനിടയായി. പക്ഷേ അന്ന് താൻ ഇറങ്ങി ചെന്ന സമയത്ത് 10 ട്രൈബൽസ് വരുന്നത് കണ്ടപ്പോൾ ജിം എലിയറ്റിന് സന്തോഷമായി. ആദ്യം 1, പിന്നെ 3, ഇപ്പോൾ 10 കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ജിം എലിയറ്റ് ചെല്ലുമ്പോൾ ഈ 10 ട്രൈബൽസ് അവരുടെ കയ്യിലുണ്ടായിരുന്ന കുന്തം എറിഞ്ഞ് ഈ 5 പേരെയും കൊന്നു കളയുകയായിരുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു എന്ന് നമുക്ക് ചോദ്യം വരും. പക്ഷേ ആ കഥ, ജിം എലിയറ്റിൻ്റെ സ്റ്റോറി അവിടെ തീരുന്നില്ല. ജിം എലിയറ്റിൻ്റെ വൈഫ് എലിസബത്ത് എലിയറ്റ് തൻ്റെ കൊച്ചു കുഞ്ഞുമായി, അന്ന് എയർക്രാഫ്റ്റിൻ്റെ പൈലറ്റായിരുന്ന, മിഷണറി പൈലറ്റായിരുന്ന നെയ്റ്റ് സെയിൻറ്റിൻ്റെ സിസ്റ്റർ റേച്ചൽ, ഇവർ 2 പേരും കൂടെ ചേർന്ന് ഈ ട്രൈബൽസിൻ്റെ ഇടയിൽ താമസിച്ച് ജീവിച്ച് അവരുടെ ഭാഷ പഠിച്ച് ദൈവത്തിൻ്റെ സ്നേഹം അറിയിക്കാൻ അവർ തീരുമാനിക്കുകയുണ്ടായി. അതായിരുന്നു ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. ഈ നെയ്റ്റ് സെയിൻറ്റിൻ്റെ, മിഷണറി പൈലറ്റായിരുന്ന നെയ്റ്റ് സെയിൻറ്റിൻ്റെ മകൻ സ്റ്റീവ് സെയിൻറ്റ് ആ ട്രൈബൽസിൻ്റെ ഇടയിലാണ് വളർന്നത്. ഇവർ ആ ട്രൈബൽസ് ദൈവത്തിൻ്റെ സ്നേഹം അറിയുവാൻ ഇടയായി. അവർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി. അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ജിം എലിയറ്റും നെയ്റ്റ് സെയിൻറ്റും സകലത്തിലും അധികമായി അവരുടെ കർത്താവിനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഈ നെയ്റ്റ് സെയിൻറ്റിൻ്റെ മകൻ സ്റ്റീവ് സെയിൻറ്റ് താൻ അവിടെ വളർന്നു. ഒബ്വിയസ്ലി തൻ്റെ അപ്പനെ കൊന്ന വ്യക്തിയോടൊരു റിവെഞ്ച് ഉണ്ടാവാം, തനിക്ക് ആ ട്രൈബൽസിനോടൊരു ദേഷ്യമുണ്ടാവും. നമ്മൾ ആ ചെറിയ പ്രായമാണ്. പക്ഷേ നെയ്റ്റ് സെയിൻറ്റ് തൻ്റെ റിവെഞ്ച് തീർക്കാനല്ല നിന്നത്. നെയ്റ്റ് സെയിൻറ്റ് തനിക്ക് പ്രായമായപ്പോൾ സ്നാനപ്പെട്ടത് തൻ്റെ അപ്പനെ കൊന്ന വ്യക്തിയായ മിൻകായുടെ കൈകൊണ്ടാണ്. തൻ്റെ അപ്പനെ കുന്തമെറിഞ്ഞു കൊന്ന മിൻകായി ദൈവത്തെ കാണുവാനിടയായി. താനൊരു ഇവാഞ്ചലിസ്റ്റായി, താനൊരു പ്രീച്ചറായി. താൻ കൊന്ന നെയ്റ്റ് സെയിൻറ്റിൻ്റെ മകൻ സ്റ്റീവ് സെയിൻറ്റിനെ മിൻകായി സ്നാനപ്പെടുത്തുവാനിടയായി. മിൻകായി ഇവിടെ നമുക്ക് സ്റ്റീവ് സെയിൻറ്റിൻ്റെ ഒരു മെച്യൂരിറ്റി നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ഞാൻ, എൻ്റെ എന്നുള്ളൊരു വിചാരങ്ങൾ മറന്നു കൊടുക്കാൻ ശ്രമിച്ചു കൊടുക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കാൻ മറക്കുന്നുണ്ട്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ അഭിമാനിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ സ്റ്റീവ് സെയിൻറ്റ് എല്ലാം മറന്ന് തന്നേക്കാൾ, തൻ്റെ അപ്പനേക്കാൾ ഉപരി താൻ ക്രിസ്തുവിനെ സ്നേഹിച്ചു. അതുകൊണ്ട് മിൻകായ് എന്ന് പറയുന്ന വ്യക്തിയോട് ക്ഷമിക്കുവാൻ സ്റ്റീവ് സെയിൻറ്റിന് കഴിയുകയുണ്ടായി. എനിക്ക് ആ കഥ കേട്ടപ്പോൾ എന്നെ അത് വളരെയധികം ടച്ച് ചെയ്തു. അവിടെ നിന്ന് ഈ മിൻകായ് എന്ന് പറയുന്ന ട്രൈബൽ, ഒരു പ്യുവർ ട്രൈബൽ, കാടുകൾ ജനിച്ച് വളർന്ന ട്രൈബലിനെ കൊണ്ട് സ്റ്റീവ് സെയിൻറ്റ് ലോകമെമ്പാടും പോയി ദൈവത്തിൻ്റെ സ്നേഹം അറിയിക്കാൻ ഇടയായി. ഈ 2020 മിൻകായ് മരിക്കുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അവരുടെ ടെസ്റ്റ് മണി, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവർ ടെസ്റ്റിഫൈ ചെയ്യാൻ ഇടയായി. എല്ലാം കഴിഞ്ഞ് എലിസബത്ത് എലിയറ്റ് അവസാനം പറയുന്ന, തൻ്റെ അവസാന ടെസ്റ്റ് മണിയിൽ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, മേക്ക് യുവർ സെൽഫ് വെരി സ്മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെത്താൻ എപ്പോഴും താഴ്ത്തി തന്നെ ജീവിക്കുക എന്നുള്ളൊരു ഫാക്റ്റ് പറയുന്നുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ നേടി, ഞാൻ അധ്വാനിച്ചു, ഞാൻ സമ്പാദിച്ചു, അല്ലെങ്കിൽ എൻ്റെ കഴിവ്, എൻ്റെ മിടുക്ക്, അല്ലെങ്കിൽ ഞാൻ അപമാനിക്കപ്പെട്ടു, ഞാൻ നിന്ദിക്കപ്പെട്ടു, എന്നെ വേദനിപ്പിച്ചു, എന്നെ തളർത്തി എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ ഞാൻ എൻ്റെയിലാണ് ഇതെല്ലാം കിടക്കുന്നത്. ഈ ഞാൻ എൻ്റെ എന്ന് പറയുന്നത് എന്താണെന്ന് ബൈബിൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ബൈബിൾ പറയുന്നത്, സങ്കീർത്തനം 39:5 അവസാനത്തെ പാർട്ട് പറയുന്നത്, certainly every man at his best state is vapor. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ശ്വാസം മാത്രം,
ഉറച്ചു നിന്നാലും എന്നാണ് പറയുന്നത്. ഉറച്ചു നിന്നാലെന്നല്ല, ഉറച്ചു നിന്നാലും ശ്വാസം മാത്രം. നമ്മൾ ഈ അകത്തോട്ട് എടുക്കുന്നതും പുറത്തോട്ട് വിടുന്നതും മാത്രമാണ് നമ്മൾ. അതിനുപരി നമുക്ക് ഒന്നും അവകാശപ്പെടുവാനില്ല. ഇയ്യോബ് 10:12 പറയുന്നുണ്ട്, ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിൻ്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിച്ചു. You have granted me life and steadfast love. Your care has preserved my spirit. നമുക്ക് അവകാശപ്പെടുവാൻ ഈ ലോകത്തൊന്നുമില്ല. നമ്മൾക്ക് ദൈവം തന്ന ഈ ജീവൻ മാത്രം. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പപ്പയുടെ ഒരു കൊളീഗ് ഈ അടുത്ത് മരിക്കുകയുണ്ടായി. താൻ ഹഡ്കോയുടെ ബോർഡ് മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യാനുള്ള ഇൻചാർജ് ആയിട്ടാണ് ലക്ഷദ്വീപിൽ കടന്നു പോകാൻ ഇടയായത്. താൻ അവിടെ ചെന്നു. സൺഡേ മോർണിംഗ് തൻ്റെ റിട്ടേൺ ഫ്ലൈറ്റ്. താൻ ഏകദേശം എയർപോർട്ടിൽ പോകുന്നതിന് ഒരു 1 or 2 hours ബാക്ക് താൻ ചെസ്റ്റ് പെയിൻ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പോകാൻ തീരുമാനിക്കുന്നു. ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ഹാർട്ട് അറ്റാക്ക് ആവുന്നു. തന്നെ അഡ്മിറ്റ് ചെയ്യുന്നു. BP വളരെയധികം വേരിയേഷൻ ഉള്ളതുകൊണ്ട് അവർ മെഡിസിൻ കൊടുത്തു. റിസ്ക് എടുക്കാൻ താല്പര്യപ്പെട്ടില്ല. മണിക്കൂറുകൾ കടന്നുപോയി. സീരിയസ് ആവാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഹഡ്കോ അവരുടെ ഭാഗത്ത് നിന്ന് എല്ലാ എഫേർട്ടും എടുക്കാൻ തുടങ്ങി. പ്രൈവറ്റ് ഏജൻസിയെ വിളിച്ചു. എയർ ആംബുലൻസ് അറേഞ്ച് ചെയ്തു. അവർ 15 ലക്ഷം രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതിനുവേണ്ടി ട്രിവാൻഡ്രം HR ഞായറാഴ്ച രാത്രി 6 മണി കഴിഞ്ഞ് ഓഫീസ് തുറന്ന് അവർക്ക് വേണ്ടിയുള്ള ലെറ്റർ പാഡിൽ റിക്വസ്റ്റ് എല്ലാം പ്രിപ്പയർ ചെയ്തു. കൊച്ചിയിലെ റെനെ മെഡിസിറ്റിയിൽ ബെഡും എവറിത്തിങ് വാസ് പ്രിപ്പയർഡ്. ഡോക്ടേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഈ പ്രൈവറ്റ് ഏജൻസിക്ക് രാത്രി വെതർ കണ്ടീഷൻ കാരണം ഫ്ലൈ ചെയ്യാനുള്ള അപ്രൂവൽ കിട്ടിയില്ല. അപ്പം അവർ ഡോക്ടറിനെ കൺവിൻസ് ചെയ്തു. അഡ്മിനിസ്ട്രേഷനെ വിളിച്ചു. അഡ്മിനിസ്ട്രേറ്റർ ത്രൂ അവരുടെ ഒഫീഷ്യൽ ഗവൺമെൻറ്റിൻ്റെ എയർ ആംബുലൻസിൽ പുള്ളിയെ രാത്രി 9 മണിക്ക് ഷിഫ്റ്റ് ചെയ്ത് റെനെ മെഡിസിറ്റിയിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. പുള്ളിയുടെ ലൈഫിൻ്റെ എല്ലാ കോസ്റ്റും ഹഡ്കോ ബെയർ ചെയ്യാൻ റെഡിയാണ്. ഡോക്ടേഴ്സ് റെഡിയായിരുന്നു, ഹോസ്പിറ്റൽ റെഡിയായിരുന്നു, ആംബുലൻസ് റെഡിയായിരുന്നു, അഡ്മിനിസ്ട്രേഷൻ റെഡിയായിരുന്നു. പുള്ളിയുടെ ജീവൻ്റെ എന്ത് വിലയും ബെയർ ചെയ്യാൻ ഹഡ്കോയും റെഡിയായിരുന്നു. പക്ഷേ പുള്ളി സർവൈവ് ചെയ്തില്ല. നിങ്ങൾ ആരെങ്കിലും ബി മോനച്ചൻ പാസ്റ്റർ പ്രസംഗം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. താൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ജീവൻ്റെ ദാതാവ് ജീവനെ ചോദിച്ചാൽ ആർക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയും? ഇഫ് ഗോഡ് ഡിസൈഡ്സ് ടു ടേക്ക് ബാക്ക് യുവർ ലൈഫ്, ഹൂ ക്യാൻ സേവ് യു എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്കുണ്ടാവണം. നമ്മളെടുക്കുന്ന ഓരോ ശ്വാസവും നമ്മുടേതല്ല, അത് ദൈവം തരുന്ന ദാനമാണ്, ദൈവം തരുന്ന കൃപയാണ്. നമുക്കൊന്നും അവകാശപ്പെടാനില്ല. ഏത് പോയിൻ്റ് വരെ നിങ്ങൾ എത്ര റിലേഷൻസ് ഉണ്ട്, കോണ്ടാക്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും there will be a point you will have to come back to this Christ എന്ന് പറയും. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ടിറ്റ് ഫോർ ടാറ്റ് പഠിപ്പിക്കരുത്. നമ്മൾ ഏറ്റവും ക്രിസ്തു ആലോചിക്കുക, നമ്മുടെ സൈഡിൽ ഇരിക്കുന്ന ആൾ ആരാധിക്കുമ്പോഴൊക്കെ ഒന്ന് അറിയാതെ ഒന്ന് നമ്മുടെ ഈ സലൈവ തുപ്പൽ നമ്മുടെ അടുത്ത് വീഴുമ്പോൾ നമുക്ക് എത്ര ഇറിറ്റേറ്റിംഗ് ആണ്. നമ്മൾക്ക് അയ്യെന്ന് പറയും, നമുക്കൊക്കെ ദേഷ്യം വരും ചില സമയം. നമുക്ക് ഭയങ്കരമായിട്ട് ചിലവർക്കൊക്കെ കുളിക്കാൻ തോന്നുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരവസ്ഥയിൽ കർത്താവ് നമുക്ക് വേണ്ടി കർത്താവിൻ്റെ മുഖത്ത് അവർ തുപ്പി എന്നാണ് പറയുന്നത്. തുപ്പി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് വാട്ട് യു കോൾ ഗെസ്റ്റർ ഓഫ് ഇൻസൾട്ട് എന്നാണ് ലോകത്തിൽ പറയപ്പെടുന്നത്. ബിഗ്ഗസ്റ്റ് ഗെസ്റ്റർ ഓഫ് ഇൻസൾട്ട്. ഒരു രാജാവിൻ്റെ മുഖത്ത് തുപ്പുക. കർത്താവ് എല്ലാം ബെയർ ചെയ്തു ഫോർ അസ്. എന്നിട്ട് നമ്മളിവിടെ നിന്നിട്ട് എന്നെ അപമാനിച്ചു, എന്നെ വേദനിപ്പിച്ചു, എന്നെ നിന്ദിച്ചു, എന്നെ തള്ളിക്കളഞ്ഞു. നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത്. നമ്മളെ ഹേർട്ട് ചെയ്തു, നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്തു, അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ നേടി, ഞാൻ അധ്വാനിച്ചു, എൻ്റെ കഷ്ടപ്പാട് നമുക്ക് ഒരിക്കലും പറയാനുള്ള ഒരു അവകാശവും നമുക്കില്ല. സകലതും കർത്താവ് നമുക്ക് നൽകിയതാണ്. ദൈവത്തിൻ്റെ കരുണയും ദയയും മാത്രമാണ് ഈ ജീവിതം. ഞാൻ ഒരു ചെറിയൊരു കോട്ട് മഹാത്മാഗാന്ധി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ടു forgive and forget is the attribute of a strong person and to never forgive is the attribute of a weak person. അതുകൊണ്ട് നമ്മൾക്ക് തന്ന ഈ സ്നേഹം, നമുക്ക് ദൈവം തന്ന ദൈവത്തിൻ്റെ ആ യോക്കിൽ നമ്മൾ ഫിറ്റ് ആവണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ പോലെ തന്നെ ആയേ പറ്റുള്ളൂ. അതിന് നമ്മൾ ഒരുപാട് സബ്മിസീവ് ഹമ്പിൾ ആയേ പറ്റുള്ളൂ. നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഈ വചനം നിങ്ങളെയും ചിന്തിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസരം തന്ന സാഹചര്യങ്ങളോടും പ്രശ്നങ്ങളോടും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചും ദേശത്താണിരിക്കുന്നു. താങ്ക് യു ജോയൽ ഫോർ വണ്ടർഫുൾ മെസ്സേജ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് പാടി സ്തോത്ര വഴിപാടെടുത്ത് നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹമേത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹമേത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങ സിന്ധു സമ
ഇനിയും കണ്ടില്ലെങ്കിൽ ഞാൻ ആ ലിസ്റ്റ് കൊണ്ട് വീട്ടിൽ വിസിറ്റിങ്ങിന് വരുന്നതായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഒരു ബാലനുണ്ട്. അവന്റെ കൈവശം 5 അപ്പവും 2 മീനും ഉണ്ട്. ഇത് ശിഷ്യന്മാർ കണ്ടിട്ട് എന്ത് ചെയ്തു? കർത്താവിനോട് പറഞ്ഞു. കർത്താവ് അവരോട് എന്താ പറഞ്ഞത്? 50 പേരായി പുൽത്തകടിൽ അവരെ ഇരുത്തുവാൻ പറഞ്ഞു. അവൻ അപ്പം എടുത്ത് സ്വർഗത്തേക്ക് നോക്കി ദൈവത്തെ വാഴ്ത്തി എന്ത് ചെയ്തു? ചിലരുടെ എല്ലാം ധാരണ ഈ അപ്പത്തെ വാഴ്ത്തി എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും ഇല്ല കേട്ടോ. അപ്പത്തെ അല്ല വാഴ്ത്തിയത്. പിന്നെ കർത്താവേ, ആ ഒരു കൊച്ചിനെങ്കിലും 5 അപ്പവും 2 മീനുമായിട്ട് വരുവാൻ മതി. മനസ്സ് തോന്നിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇത് ഈ ജനത്തിന് തൃപ്തി ആകത്തക്ക നിലയിൽ അവരെ സഹായിക്കണമെന്ന് കർത്താവ് പ്രാർത്ഥിച്ചു, വീതിച്ചു കൊടുത്തു. നമുക്കറിയാം 15,000 പേരെ തിന്ന് തൃപ്തി ആയതിനു ശേഷം ശേഷിച്ച കഷ്ണങ്ങളാണ് എന്ത് ചെയ്തത്? 12 കൊട്ട നിറച്ചെടുത്തത്. അത് ശിഷ്യന്മാർക്ക് അറിയാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ എന്ത് കിട്ടിയാലും അത് അത്ഭുതമാണ്. ദൈവമക്കളൊന്ന് കൊടുത്തു നോക്കുന്നേ, കൊടുത്തു നോക്ക. ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ കയ്യിൽ നിനക്കുള്ളത് അല്പമെങ്കിലും അത് കൊടുത്തു നോക്ക. അത് വർദ്ധിപ്പിക്കുവാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. ആമേൻ. അതിനുശേഷമാണ് ഈ പുരുഷാരത്തെ ഇത്രയും അത്ഭുതങ്ങളെ കണ്ടു. ശിഷ്യന്മാരെല്ലാം എന്ത് ചെയ്തു? നമ്മുടെ കർത്താവ് തന്നെയാണ് ഹീറോ, നമ്മുടെ കർത്താവ് തന്നെയാണ് ഹീറോ എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു പെട്ടെന്ന്, അല്ലെ? അങ്ങനെയല്ല വാക്യം വായിക്കുന്നത്. അതിന്റെ 22 വാക്യം വായിച്ചോട്ടെ. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവരെ നിർബന്ധിക്കുക. നിങ്ങൾ പെട്ടെന്ന് വന്നേ. നിങ്ങൾ എന്റെ കൂടെ ശുശ്രൂഷയിൽ ഭാഗമായതുകൊണ്ട് ഹല്ലേലൂയ ഒരു പടയൊരുക്കം നിങ്ങൾക്കെതിരെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അക്കരെ പോണം, അല്ലെ? പുരുഷാരത്തെ പറഞ്ഞിടക്കുന്നതിന് ഇടയിൽ, പുരുഷാരത്തെ പറഞ്ഞു വിടുന്നതിന്റെ ഇടയിൽ തന്നെ ശിഷ്യന്മാരോട് പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ വേഗത്തിൽ അക്കരെ പോ. നിങ്ങൾക്കെതിരെ ശത്രുവിന്റെ ഒരു പടയൊരുക്കം ഞാൻ കാണുന്നുണ്ട്. നിങ്ങളെ തകർത്തു കളയുവാൻ, നിങ്ങളുടെ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുവാൻ ശത്രു പദ്ധതി ഇടുന്നുണ്ട്. ആമേൻ. അവരെ നിർബന്ധിച്ചു. ഇവിടെ ശിഷ്യന്മാരെന്ത് ചെയ്ത് കാണും എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും അവർക്ക് പ്രയാസം ഉണ്ടാകാതിരിക്കത്തക്ക നിലയിൽ കർത്താവ് എന്ത് ചെയ്തു? വേറിട്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. പടക് കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റും പ്രതികൂലമാകൊണ്ട് കാറ്റ് കടലിൽ അടിക്കുകയാണ്, കടൽ ഉയരുകയാണ്. ഹല്ലേലൂയ. പടക് ഒരു വിധത്തിലും മുൻപോട്ട് പോകാത്ത നിലയിൽ ഇവർ കിടന്ന് വലയുകയാണ്. ഒരുപക്ഷെ ഇവരോട് നിർബന്ധിച്ചപ്പോൾ ഇവരും ഹല്ലേലൂയ പടകിലിരുന്ന് പതുക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ്, അല്ലെ? ഇന്ന് നടന്ന ശുശ്രൂഷകൾ, 5 അപ്പം നമ്മുടെ കയ്യിലായിരുന്നെങ്കിൽ ഒറ്റ കഴിക്കാൻ പോലും ഇല്ലായിരുന്നു. കർത്താവിന്റെ കൈ കിട്ടിയപ്പോഴോ
കർത്താവിൻ്റെ കൈ കിട്ടിയപ്പോഴോ ഞാൻ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദിൽഷാദ് കാടലിൽ വെച്ച് അപ്പം ഒരു അവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ എന്നോട് പറഞ്ഞു, പക്ഷേ 22 പൊറോട്ട വരെ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചിട്ടുണ്ട് ഒറ്റ ട്രിപ്പിൽ. അതിപ്പോഴും അവിടുത്തെ നോട്ടീസ് ബോർഡിലുണ്ടെന്ന്. ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ഉള്ള കാര്യമാണ്. അത് പറഞ്ഞ ആ റെക്കോർഡ് മാത്രമേ എൻ്റെ പൊട്ടിക്കാതെ കിടക്കുന്നുള്ളൂ. ഞാൻ ചോദിച്ചു വേറെ ഏതെങ്കിലും റെക്കോർഡുണ്ടോ? പിന്നെ ഒന്നുമില്ല. കാരണം പഠിച്ചിട്ടില്ല നല്ലപോലെ, നല്ലൊരു സ്വഭാവമില്ല. ആ കൂടെ ഉള്ള ഒറ്റൊരു സ്വഭാവമേ ഉള്ളൂ. എന്തുവാ? പൊറോട്ട അടി. 22 പൊറോട്ട അവൻ കഴിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മൾ ഒരു മാസത്തെ കണക്കെടുത്ത് നോക്കിയാൽ പോലും 22 നമുക്ക് പോകത്തില്ല. അവൻ ഒറ്റയടിക്ക് അടിച്ചോ പറഞ്ഞു ഇന്ന് എൻ്റെ റെക്കോർഡാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല കാര്യം മോനെ, ആ ഒരു ഇവൻ്റെ കയ്യിലായിരുന്നു ആ അപ്പം കിട്ടിയെങ്കിലും ഞാനതാ ചിന്തിച്ചു പോയത്. ഞാൻ പറഞ്ഞു കർത്താവ് നിന്റെ കൈ തരാൻ ഞാൻ സ്തോത്രം ചെയ്യുന്നു പറഞ്ഞു. പറഞ്ഞതിൻ്റെ സാരം ദൈവമക്കളെ ഹല്ലേലൂയ, ഈ 5 അപ്പവും 2 മീനിനെ കുറിച്ചുള്ള വിവരണമായിരിക്കാം ഒരുപക്ഷെ ഈ ശിഷ്യന്മാരെ പടക് തുഴയുമ്പോൾ പോലും അവരെ നയിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഇവരിങ്ങനെ പറഞ്ഞു, എന്നാൽ ഇവരെ ക്ഷീണിപ്പിക്കുക. കാരണം കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ നിങ്ങൾ തുടങ്ങിയാൽ അത് ചില ജീവിതങ്ങൾക്ക് കൂടെ ഒരു രൂപാന്തരം ഉണ്ടാകും. ചില ദേശങ്ങൾ കൂടെ എന്റെ കർത്താവിനെ അറിയുവാൻ സാധ്യതയുണ്ട്. ഇതിനനുവദിക്കാതിരിക്കുന്ന പൈശാചിക പ്രവൃത്തിയാണ് ഹല്ലേലൂയ ഇവിടെ നടക്കാൻ പോകുന്നത്. ദൈവമക്കളെ, നാം ഒന്ന് തിരിച്ചറിയുക, ദൈവസഭകളുടെ അനുഗ്രഹീതമായ നിലയിൽ ഉള്ള മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്നത് BJPയോ RSSോ ബജറംഗദളോ അല്ല. അവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. എന്നാൽ സഭയുടെ അകത്തു നിന്ന് പ്രശ്നം തുടങ്ങിയാൽ, അല്ലേ, ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആദിമസഭ ഹല്ലേലൂയ ഉടലെടുത്തപ്പോൾ ഹല്ലേലൂയ പുറത്തു നിന്നാണ് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത്. അവയ്ക്കൊന്നിനും തകർക്കുവാൻ കഴിയത്തില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പിശാച് തന്റെ കളമൊന്ന് മാറ്റിച്ചട്ടുവാൻ തുടങ്ങി. ഹല്ലേലൂയ സഭയ്ക്കകത്തു നിന്ന് തന്നെ പ്രശ്നങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ തുടങ്ങി. ഭിന്നതകൾ കൊണ്ടുവരുവാൻ തുടങ്ങി. കയ്പിന്റെ വേര് മുളപ്പിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ അത് സഭകളുടെ നാശത്തിന് കാരണമായി തീരുവാനിടയായി തീർന്നു. എത്രയോ ശക്തമായി വർദ്ധിച്ചു വന്ന വളർന്നു വന്ന സഭകൾ ഇന്ന് പേരിന് പോലും ഇല്ലാതെ കിടക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കൾ വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം. ഇവിടെ ഹല്ലേലൂയ ശിഷ്യന്മാർ പടകിലുണ്ട്. ഹല്ലേലൂയ ഇവർക്ക് പരിചയമുള്ള സ്ഥലമാണ്, അല്ലേ? സമുദ്രത്തിൽ ഈ മുക്കുവരായ ശിഷ്യന്മാർ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരൊക്കെ നന്നായിട്ട് ഹല്ലേലൂയ പടക് നിയന്ത്രിക്കുവാൻ കഴിവുള്ളവരാ. അവരൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് ഒരു പ്രയാസവും ഇല്ലാതെയാണ് മറ്റു ശിഷ്യന്മാരും പടകിൽ കയറിയത്. പക്ഷേ പടക് അവർക്ക് നിയന്ത്രിക്കുവാൻ കഴിയാതെ പോവുകയാണ്. പടക് അവർക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. കർത്താവ് അപ്പോഴും എന്ത് ചെയ്യുക? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇവർക്ക് ഹല്ലേലൂയ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഹല്ലേലൂയ കർത്താവ് ഇറങ്ങി വരുന്നത്. എപ്പോൾ? കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ ഏകദേശം രാത്രി 3 മണിയായപ്പോൾ യേശു എന്ത് ചെയ്തു? കടലിന്റെ മീതെ നടന്നു വന്നു. അവരുടെ അടുക്കിലേക്ക് വരികയാണ്. ഒന്ന് ചിന്തിക്കുക, കർത്താവ് ഇവരുടെ കൂടെ പടകിലില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. വേഗത്തിൽ പോകുവാൻ അവരെ നിർബന്ധിച്ചു. കർത്താവിന്റെ നിർബന്ധപ്രകാരമാണ് അവരിങ്ങ് പോകുന്നത്. ഈ കർത്താവിന്റെ ശുശ്രൂഷകൾ ചെയ്ത കർത്താവ് എവിടെയെല്ലാം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, എവിടെയെല്ലാം ശക്തമായ ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്, അതിനുശേഷം ഉടനെ തന്നെ കർത്താവ് പ്രാർത്ഥിക്കുവാൻ പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതേപോലെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ കർത്താവിന് വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഒരു ചെറുവിരൽ പോലും നീ അനക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ പിശാചിന്റെ കണ്ണിലെ നോട്ടപ്പുള്ളിയാണെന്ന് കൂടെ നീ മറന്നു പോകരുത്. ആമേൻ. ഹല്ലേലൂയ. നീ മുൻപോട്ടൊരു വാക്കും കർത്താവിന് വേണ്ടി ശബ്ദിക്കരുത്. കർത്താവിന്റെ സാക്ഷിയാകരുത്. കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഹല്ലേലൂയ ദൈവസഭയിൽ പറയരുത്. ഇതൊക്കെ പിശാചിന്റെ പരിപാടികൾ. അവൻ നമ്മെ ക്ഷീണിപ്പിക്കുന്നേ. എന്നാൽ ഇന്ന് പകൽ യേശു ഇത് തിരിച്ചറിഞ്ഞിട്ട് തനിക്ക് ശേഷം ഈ സുവിശേഷത്തിന്റെ ശബ്ദം, ഈ സുവിശേഷത്തിന്റെ വെളിച്ചം
ഈ സുവിശേഷ സന്ദേശം അനേകരിൽ എത്തിക്കണമെന്ന ഇവരുടെ അടുക്കിലേക്ക് യേശു നടന്നു വരികയാണ്. നമ്മൾ വായിക്കുന്നത് അവർ ചിലർ എന്നുള്ളതല്ല, അവരെല്ലാവരും തന്നെ, അല്ലേ? സ്തോത്രം. അവരെല്ലാവരും പരിഭ്രമിച്ചിരുന്നു. 26-ാമത്തെ വാക്യം. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്നവൻ പറഞ്ഞു. മതി മതി മതി. ഇത്രയും പേടിച്ച് ഭ്രമിച്ചിരുന്നിട്ട് പോലും കർത്താവാണ് ധൈര്യപ്പെടുവിൻ ഞാനാകുന്നുവെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആ പരിചയമുള്ള ശബ്ദം കേട്ട് അവരെന്ത് ചെയ്തു? ഒരാശ്വാസം കണ്ടെത്തുവാൻ തക്കവണ്ണം തുടങ്ങുമ്പോഴും, ഞാനതുകൊണ്ട് പറഞ്ഞ പത്രോസിനെ പോലെ ഞാൻ നിങ്ങളൊക്കെ ആകണം. ഞാൻ ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ ഉടനെ തന്നെ എന്ത് ചെയ്യുകയാണ്? തന്റെ ആഗ്രഹം പറയുക. നീ ആകുന്നുവെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? നമ്മളാണെങ്കിലോ ആശ്വാസമായെന്നും പറഞ്ഞിട്ട് ആ പടകെ തന്നെ എന്ത് ചെയ്യും? ഇരിക്കും, അല്ലേ? ഞാൻ ഓർത്ത് നമ്മളൊക്കെ തട്ടിപ്പോകുന്നു, അല്ലേ? സ്വാഭാവികമായി ചിന്തിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങളതാ. പക്ഷെ പത്രോസ് എന്താ പറഞ്ഞത്? നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന് മീതെ നടക്കേണ്ടതിന് നീ. അപ്പോൾ കർത്താവ് കൽപ്പിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പത്രോസ് വിശ്വസിക്കുന്നുണ്ട്. യെസ്, ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ, എന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ, എന്റെ പ്രമോഷനോടുള്ള ബന്ധത്തിൽ കർത്താവ് അധികാരികളോട് ഒന്ന് കൽപ്പിച്ചാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസ് ഒരു ബോഷനെ പോലെ, ഞാനിങ്ങനെ ചിന്തിച്ചു, സാധാരണ കൊച്ചു പിള്ളേരുടെ ഒരു പ്രകൃതമാണ് പത്രോസിലൂടെ കാണുവാൻ കഴിയുന്നത്. ചില കുഞ്ഞുങ്ങളൊക്കെ വാശി പിടിച്ച് കരയും, എനിക്കത് വേണം, എനിക്കിത് ലഭിക്കണം. അതിന് മുൻപിലൂടെയൊക്കെ പോകുമ്പോൾ അവർ നമ്മളെ വലിച്ചു കൊണ്ടുപോകത്തക്ക നിലയിലുള്ള ശക്തിയോടെ അവർ നിലവിളിക്കും. ആ ശക്തിയുള്ള നിലവിളിയുടെ നടുവിൽ നാം ഈ സാധനം കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരാവശ്യപ്പെട്ട് ഈ സാധനം അവരുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് പിന്നെ അതെന്താക്കി മാറ്റും? ഒരു ചിരിയായിട്ട് മാറ്റും. അവർക്ക് കാര്യം സാധിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇവരെല്ലാം പേടിച്ചിരിക്കുക. ഈ സമയത്ത് ആ പത്രോസ് പറയുന്നത്, എനിക്ക് ആരെങ്കിലും ധൈര്യപ്പെടുവോ? ആരെങ്കിലും അതിനുവേണ്ടി താല്പര്യപ്പെടുവോ? ഇവരെന്താ വിളിച്ചു പറഞ്ഞത്? അതാരാ വരുന്നേ? ഭൂതം വരുന്നു എന്ന് പറഞ്ഞു. ഭൂതം വരുന്നുവെന്ന് പറഞ്ഞ് ആ സമയത്ത് യേശു ഒരൊറ്റ വാക്യം പറഞ്ഞുള്ളൂ, ധൈര്യപ്പെടുവിൻ, ഭൂതമല്ല, ഞാനാകുന്നു, പേടിക്കണ്ട. കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന് മീതെ നടക്കേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, പത്രോസിന്റെ ആ സ്വഭാവം ഒന്ന് നോക്കിക്കേ. ഉടനെ തന്നെ അവൻ എന്ത് ചെയ്തു? പൂർണ്ണമായും യേശുവിൽ അങ്ങ് താൻ വിശ്വസിക്കുക. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രതികൂലങ്ങളെയും അവൻ മറന്നു. അതിലുള്ള എല്ലാ സാഹചര്യങ്ങളെയും അവൻ മറന്നു. യേശുവിൽ മാത്രം അവൻ വിശ്വസിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന് മീതെ നടക്കേണ്ടതിന് കൽപ്പിക്കണം. ഒരു ബോഷനെ പോലെ അവൻ യേശുവിൽ വിശ്വസിക്കുകയാണ്. ഒരു ബോഷനെ പോലെ അവൻ യേശുവിൽ ആശ്രയിക്കുകയാണ്. സ്തോത്രം. എന്ത് ധൈര്യം കണ്ടിട്ട് ഇവൻ കടലിന് മീതെ നടക്കാനായിട്ട് തുടങ്ങിയത്? നമ്മുടെ വായിക്കുന്നുണ്ട്, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ. അപ്പോൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമായി എന്ത് ഉയരുന്നുണ്ട്? തിര ഉയരുന്നുണ്ട്. അതിന്റെ പുറത്തുകൂടെ ഇവ നടക്കാൻ താല്പര്യപ്പെടുന്നത്. നമ്മളാണെങ്കിൽ എത്ര പേര് ധൈര്യം കാണിക്കും? കടലിന് മീതെ നടക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഉള്ള പടകിൽ യാത്ര ചെയ്യാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു. ഇതായിരിക്കും നമ്മുടെ ചിന്ത, അല്ലേ? കടലിന് മീതെ നടക്കാനൊന്നും നാം ചിന്തിക്കത്തില്ല. നമ്മൾ ആരെങ്കിലും ഇന്നുവരെ ശ്രമിച്ചിട്ടുണ്ടോ
കടലിൻ്റെ പുറത്തൂടിയോ കായലിൻ്റെ പുറത്തൂടിയോ നടക്കാനായിട്ട്? കർത്താവ്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഞാനൊന്ന് നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അതിനുവേണ്ടി താല്പര്യപ്പെടുന്നുണ്ടോ? കടൽ കണ്ടിട്ടുള്ളവരാ, കടലിൽ ഇറങ്ങിയിട്ടുള്ളവരാ, കായൽ കണ്ടിട്ടുള്ളവരാ, അതിലിറങ്ങിയിട്ടുമുണ്ട്, കുളിച്ചിട്ടുമുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? അതിന് താല്പര്യപ്പെട്ടിട്ടില്ല. ഒരു ബോഷനെ പോലെ പത്രോസ് ഇറങ്ങി അവൻ ചുവടുകൾ വെച്ച് തുടങ്ങി. അല്ലേ? വായിച്ചിട്ട് താഴ്ത്തേക്ക്. യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ, കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. മതി മതി മതി. ഈ കാറ്റ് അപ്പോൾ മാത്രമല്ലെന്നേ. കാരണം എന്താ? അതിന്റെ 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. 32 ചേർത്ത്. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. അപ്പോൾ അതുവരെയും കാറ്റുണ്ട്. പത്രോസ് മുങ്ങിപ്പോയി. പത്രോസ് അവനെ പിടിച്ചു ഉയർത്തി, കർത്താവ് അവനെ പിടിച്ചു ഉയർത്തി. ഇരുവരും പടകിൽ കയറി. അതുവരെ ഹല്ലേലൂയ, കാറ്റ് ശക്തമാണ്, തിരമാലയും ശക്തമാണ്. പറഞ്ഞു വന്നത്, പത്രോസ് കംഫോർട്ട് സോണിലായിരുന്ന ആ പടക്, അല്ലെങ്കിൽ ഹല്ലേലൂയ പടകിൽ തന്നെയാണല്ലോ ഹല്ലേലൂയ ആശ്വാസമുണ്ടെന്ന് കരുതിയ സ്ഥാനത്ത് നിന്ന് അവർ ഒരു സ്റ്റെപ്പ് പുറത്തേക്ക് മാറുവാൻ താല്പര്യപ്പെട്ടു. തിരിച്ചവിടെ കയറിയപ്പോൾ, തിരിച്ച് കർത്താവുമായി ആ പടകിൽ കയറിയപ്പോഴാണ് കാറ്റ് ചെയ്തത് അമർന്നത്. ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക. കർത്താവ് പറഞ്ഞിട്ടാണ് ശിഷ്യന്മാർ പോയതെങ്കിലും ഹല്ലേലൂയ കർത്താവിനെ കൂടാതെ ഉള്ള നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഹല്ലേലൂയ, അത് കർത്താവിന്റെ സന്നിധിയിൽ വില പോകത്തില്ല. അത് സ്തോത്രം. അതാണ് ഇവിടെ പത്രോസിനെയും ഇതര ശിഷ്യന്മാരെയും കുറിച്ച് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം. ഹല്ലേലൂയ, എനിക്ക് വലിയ അറിവുണ്ട്, നിന്റെ അറിവ് നിന്നെ ചീർപ്പിക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ, ദൈവിക സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടോ, നിന്റെ ലക്ഷ്യസ്ഥാനത്ത് കർത്താവ് നിന്നെ എത്തിക്കും. ഹല്ലേലൂയ, നിന്റെ കൈ പണമുണ്ടെങ്കിൽ അത് നിനക്കൊരു പ്രയോജനവും ചെയ്യത്തില്ല. നിനക്ക് സൗന്ദര്യമുണ്ട്, നിനക്ക് ആരോഗ്യമുണ്ട്, നിനക്ക് ബന്ധങ്ങളുണ്ട്, നിനക്ക് കണക്ഷൻസ് ഉണ്ട്, ഇതൊന്നും നിന്നെ സഹായിക്കത്തില്ലെന്ന്. എന്നാൽ ഒരുവൻ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് എല്ലാത്തിനും മതിയായതാ. ആമേൻ. പത്രോസ് ആ പടകിൽ നിന്ന് ഇറങ്ങി കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ കാണിച്ച ധൈര്യവും വിശ്വാസവുമാണ് ഇന്ന് പകൽക്കാലം നമുക്ക് ആവശ്യമായിരിക്കുന്നത്. സ്തോത്രം. അതൊന്നും വേണ്ട വാസ്റ്റേ, തൽക്കാലം ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്നൊരു ചിന്തയിലാണെങ്കിൽ നീ ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ. കൂടുതൽ കർത്താവിനോട് അടുക്കുവാൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ പത്രോസിനെയും പിടിച്ചുകൊണ്ട് കർത്താവ് പടകിൽ കയറിയപ്പോഴാണ് അവൻ അനുഭവിച്ചു കൊണ്ടിരുന്ന, അവർ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന ആ കാറ്റ് അമർന്നത്, കടലിൽ ശാന്തമായത്. ഒരുപാട് പ്രശ്നങ്ങളുടെ മുഖത്തുകൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഇന്ന് പകൽ നമുക്ക് വീണ്ടും കർത്താവിനോട് പ്രാർത്ഥിക്കാം. എൻ്റെ പടകിലേക്കൊന്ന് മടങ്ങി വരണമേ, എൻ്റെ പടകിലേക്കൊന്ന് മടങ്ങി വരണമേ കർത്താവ് എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ തലദേശം വണക്കാം, നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നീ ആകുന്നുവെങ്കിൽ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്ന യഥാർത്ഥ ദൈവം നീ തന്നെയാണല്ലോ. അങ്ങനെയെങ്കിൽ എൻ്റെ വിഷയത്തിന്മേൽ ഹല്ലേലൂയ ഈ എന്നെ ഭീതിപ്പെടുത്തിയ ആ കടല്, ഹല്ലേലൂയ ആ തിരമാലയെ ചവിട്ടുവാനുള്ള, അതിന്റെ കാൽ കീഴാക്കുവാനുള്ള അവസരം എനിക്ക് തരണമെന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഹല്ലേലൂയ പത്രോസും ശിഷ്യന്മാരും ഭയപ്പെട്ട കടലിന്റെ മീതെയാണ് എൻ്റെ യേശു നടക്കുന്നത്. എൻ്റെ യേശുവിനെ കവിഞ്ഞൊരു പ്രശ്നവും കടന്നു വന്നിട്ടില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് നമുക്ക് എല്ലാത്തിനും മതിയായ കർത്താവാണ്. ആ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണമേ. കർത്താവ് നിന്റെ സാന്നിധ്യം കൊണ്ട് എന്നെ ഒന്ന് നിറയിക്കണമെന്ന്, നാഥാ എന്നോടൊന്ന് കരുണ തോന്നണമെന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേൾക്കപ്പെടുന്നതിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ടോമിച്ചാൻ ഇപ്പോൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. അങ്ങേ ആരാധിപ്പാൻ തന്ന വലിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവെ, അവിടുത്തെ കൃപയിൽ ഞങ്ങളെ ഇത്രത്തോളം നടത്തിയല്ലോ കർത്താവെ. ഈ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ ദാസൻ കൂടി ഞങ്ങളോട് സംസാരിച്ചുവല്ലോ.
ഞങ്ങളുടെ വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിച്ച് കൃപയ്ക്ക് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവാകുന്നുവെങ്കിൽ കർത്താവെ ഞങ്ങൾക്കും കർത്താവിനെ അതുപോലെ തന്നെ കർത്താവെ സഞ്ചരിക്കുവാനുള്ള, അതുപോലെ തന്നെ ഇറങ്ങുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്നു. വചനത്തിൽ കൂടി കർത്താവെ ഞങ്ങളോടൊക്കെ ആവശ്യമായ നന്മകളെ, ആവശ്യമായ ഞങ്ങൾക്ക് തന്ന സന്ദേശത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഞങ്ങൾക്ക് ഒരു പടി കൂടി വളരുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. കർത്താവാകുന്നുവെങ്കിൽ ഞങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽപ്പാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുത്തെ സാന്നിധ്യവും കൃപയും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹാലേലൂയ കർത്താവെ, അവിടുത്തെ കരുണയിൽ അവിടുത്തെ കൃപയിൽ ഞങ്ങൾ എത്രത്തോളം നടത്തിയല്ലോ കർത്താവെ. ഞങ്ങൾക്ക് നൽകി തന്ന ഞങ്ങളുടെ ആരാധനയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. നൽകി തന്ന നല്ല സങ്കീർത്തനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന ഷോർട്ട് മെസ്സേജിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ നന്മകളാലും ഞങ്ങളുടെ നടത്തിയല്ലോ കർത്താവെ. എല്ലാ കൃപകൾക്കുമായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹാലേലൂയ കർത്താവ്, എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടി ഇരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കെല്ലാം കർത്താവ് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കാൻ ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ വിശ്വാസത്തിൽ ഒരു പടി കൂടി മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാ മാനവും മഹത്വവും ഞങ്ങൾ അവിടത്തേക്ക് നൽകുന്നു. ഞങ്ങൾക്കായി ജീവൻ നൽകി ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും മേലും പ്രാർത്ഥിപ്പാൻ കിടപ്പെട്ട സകല വിഷയങ്ങളോടും തുറന്നു നടക്കുന്ന സൗദൃ സമാജ മീറ്റിങ്ങിനോടും ഇന്നും ഉന്നയിക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവിരിക്കുമാറാകട്ടെ. മുഖാന്തരം നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.